ഒരു പ്ലെയിനും വന്ന് ഇടിക്കാത്ത ബിൽഡിംഗ് 7 എന്ത് സംഭവിച്ചു? ആരാണ് ഈ ഡാൻസിങ് ഇസ്രയേലീസ്? അവർ ഇതുമായിട്ട് എന്താ ബന്ധം? ആ ബിൽഡിംഗ് മുഴുവൻ കത്തിയിട്ടും ഈ തീവ്രവാദികളുടെ പാസ്പോർട്ടിന് മാത്രം ഒരു കുഴപ്പവും പറ്റാത്തത് എന്തുകൊണ്ട്? എവിടെ പെൻറ്റഗണിൻ്റെ ഫൂട്ടേജ് എവിടെ? കറക്റ്റ് ആ ദിവസം മാത്രം ഇതിൻ്റെ ഓണർ ആ ബിൽഡിങ്ങിൽ പോവാത്തത് എന്തുകൊണ്ട്? ഇങ്ങനെ ഒരു ലോഡ് ചോദ്യങ്ങളാണ് ഓരോ വർഷം കഴിയും തോറും ഈ ഒരു കോൺസ്പിറസിക്ക് മാത്രം ഒരു കുറവില്ല. പുതിയ ചോദ്യങ്ങൾ ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനൊരു അവസാനമില്ല. ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഒരു പിടിച്ചാൽ കിട്ടില്ല, ഒരു പോക്കാണ്. പിന്നെ നമ്മൾ എന്തൊക്കെ നോക്കേണ്ടി വരും? ഇവർ ഇറാഖിൽ പോയത് നോക്കേണ്ടി വരും, ഇവർ അഫ്ഗാനിസ്ഥാനിൽ പോയത് നോക്കേണ്ടി വരും. അങ്ങനെ ഒരു പോക്കാണ്. അപ്പോൾ ഇതാണ് ഒരു പെൻഡോറ ബോക്സാണ് കോൺസ്പിറസിയുടെ. എല്ലാവരുടെയും ഒരു സ്റ്റാർട്ടർ പാക്ക് എന്ന് പറയില്ല. അതായത് കോൺസ്പിറസീസ് വിശ്വസിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഇത് കാണിച്ചു കൊടുത്താൽ മതി. ഈ ഇത്രയും കോയിൻസിഡൻസ് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരു ദിവസത്തിൽ ഒരു ഇവൻറ്റിന് ഇത്രയും കോയിൻസിഡൻസ് വന്നതായിട്ട് ചരിത്രത്തിലില്ല. അമ്മാതിരി കോയിൻസിഡൻസ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് കോയിൻസിഡൻസ് ആണോ അതോ ഇവരൊക്കെ പ്ലാൻഡ് ആണോ? എന്താണ് സംഭവം? ഇതൊക്കെ എന്തിനാ ഇപ്പോൾ നോക്കുന്നത്? അതായത് ഇത്ര കൊല്ലമായില്ലേ, ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ നോക്കുന്നത്? ഇതിൻ്റെ ഒരു റെലവൻസി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിനൊരു റെലവൻസി ഉണ്ട്. അത് നമ്മുടെ അഹമ്മദാബാദിലെ മറ്റേ 787 ബോയിങ്ങിൻ്റെ എയർക്രാഫ്റ്റ് വന്ന് വീണില്ലേ, അപ്പം തുടങ്ങിയതാണ് ഇതിൻ്റെ ഒരു കാര്യം. അതിൻ്റെ ഒരു മീമോ ഒരു സംഭവം ഇതവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ നോക്കണം. അന്ന് ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിലാണ് ആ പ്ലെയിൻ വന്ന് വീണത്. ഓക്കെ, 787 എന്ന് പറയുന്നത് ബോയിങ്ങിൻ്റെ തന്നെ ഡബിൾ എൻജിനൊക്കെ ഉള്ള ഭയങ്കര വലിയ എയർക്രാഫ്റ്റാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ കൺസ്ട്രക്ഷൻ എല്ലാവർക്കും അറിയാലോ. കോൺക്രീറ്റ്, കല്ല് കട്ട, അതൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ പണിയുക. ആ ബിൽഡിങ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. പ്ലെയിന് വന്ന് ഡയറക്റ്റ് വന്ന് വീണിട്ടും ബിൽഡിങ് അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് അന്ന് 9/11 ന്യൂയോർക്കിലുള്ള വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കണം. അപ്പോൾ അവിടെ ഏത് ഫ്ലൈറ്റാണ് ഇടിച്ചത് അതുകൂടെ നോക്കണം. 767 എന്ന് പറഞ്ഞിട്ടുള്ള ബോയിങ്ങിൻ്റെ ചെറിയ പ്ലെയിനാണ് ഇടിച്ചത്. ഫ്യൂവൽ കപ്പാസിറ്റി വേണമെങ്കിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. 787 നമ്മുടെ അഹമ്മദാബാദിലുള്ളതും 767 ന്യൂയോർക്കിൽ അന്ന് ഇടിച്ചതും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ന്യൂയോർക്കിൽ 767 91,000 ലിറ്റേഴ്സാണ് കപ്പാസിറ്റി. ഓക്കെ, അതും ബോസ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സ്ഥലത്തു നിന്ന് പറന്ന് വന്നതാണ്. അപ്പോൾ കുറച്ച് ഫ്യൂവലൊക്കെ കത്തിയിട്ടുണ്ടാവുമല്ലോ, കുറച്ച് കുറവായിരിക്കും, എന്നാലും കുഴപ്പമില്ല, ഒരു 91,000 എന്ന് വെച്ചോ. അഹമ്മദാബാദിൽ ജസ്റ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുള്ളൂ, ഫുൾ ടാങ്കാണ്. അതായത് വണ്ടി നേരെ പോകേണ്ടത് ലണ്ടനിലേക്കാണ്, നോൺ സ്റ്റോപ്പാണ്. അപ്പോൾ അവിടെയും നിർത്തി ഫ്യൂവൽ അടിക്കാനൊന്നുമില്ലല്ലോ. 1,26,000 ലിറ്ററാണ് അതിൻ്റെ കപ്പാസിറ്റി. ഓക്കെ, അതായത് ഓൾമോസ്റ്റ് ഒരു 30,000 ലിറ്റർ കൂടുതലാണ് രണ്ടിൻ്റെ കപ്പാസിറ്റി. എന്തുകൊണ്ടാണ് WTC ഉണ്ടാക്കിയിരിക്കുന്നത്, വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റീൽ കോളംസാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേക ഒരു ഫ്രെയിംഡ് ഒരു ട്യൂബ് പോലെയാണ് അതിൻ്റെ സ്ട്രക്ചർ. അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട് ആക്ച്വലി. കാരണം ഒരു സ്പെഷ്യൽ ആർക്കിടെക്ചർ രീതിയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഇത്ര ഹൈ റൈസ് ബിൽഡിങ് സാധാരണ ചെയ്യുന്ന പോലെ അല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓൾസോ ഇതിൻ്റെ സ്റ്റീൽ ഉണ്ടല്ലോ, സ്റ്റീൽ സ്ട്രക്ചറാണ് മൊത്തം. വേൾഡ് ട്രേഡ് സെൻറ്റർ സ്റ്റീൽ സ്ട്രക്ചർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റീലിന് ഒരു സ്പെഷ്യൽ സ്പ്രേ കൂടെ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാ അറിയോ? ഫയർ റെസിസ്റ്റൻസിന് വേണ്ടി. ഓക്കെ, ഫയർ റെസിസ്റ്റൻസിന് വേണ്ടി ഒരു എക്സ്ട്രാ സ്പ്രേ, ഒരു കോട്ടിങ് ആ ഒരു സ്റ്റീൽ സ്ട്രക്ചറിൽ മുഴുവൻ ചെയ്തിട്ടുണ്ട്. ജെറ്റ് ഫ്യൂവൽ കത്തിയിട്ടാണല്ലോ സ്റ്റീൽ ഉരുക, അങ്ങനെയാണല്ലോ.
ഒരു പ്ലെയിൻ വന്ന് ഒരു ബിൽഡിങ്ങിൽ ഇടിക്കുന്നു. ആ പ്ലെയിൻ്റെ അകത്ത് എന്താണ്? ജെറ്റ് ഫ്യൂവൽ കത്തിയിട്ട് വേണം ആ പ്ലെയിൻ വന്ന് ഇടിച്ച് ആ ബിൽഡിങ് മൊത്തം കത്തി നശിക്കാൻ. എന്നിട്ട് വേണമല്ലോ ഇങ്ങനെ 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 വീഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജെറ്റ് ഫ്യൂവലിൻ്റെ ഫയറിൽ നിന്ന് ഉണ്ടാവുന്ന ഡിഗ്രി സെൽഷ്യസ് എത്രയാണ്? മാക്സിമം ഒരു 1000 ഡിഗ്രി സെൽഷ്യസേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇതൊക്കെ ഫാക്ട്സാണ്. നമ്മൾ ഈ കോൺസ്പിറസിയിൽ മാത്രം നമുക്ക് ഇഷ്ടംപോലെ ഫാക്ട്സ് കിട്ടും. നമ്മൾക്ക് എങ്ങനെ മറ്റേ കോൺസ്പിറസി ആംഗിളിൽ ചിന്തിക്കൊന്നും വേണ്ട, ചുമ്മാ അടിച്ചു നോക്കിയാൽ മതി. ജെറ്റ് ഫ്യൂവലിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ കത്തുമ്പോൾ എത്രയാണ് എന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് സാധനം കിട്ടും. സ്റ്റീലിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എത്രയാണ്? സ്പെഷ്യൽ കോട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യണം. അതില്ലാത്ത സാധാ സ്റ്റീലിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 1370 to 1540, 1540 ആണ് മാക്സിമം. അത്രയും ഫയർ അത്രയും ഡിഗ്രി സെൽഷ്യസിലാണ് സ്റ്റീൽ ഉരുകുക. 500 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ വേണം. സാധാ ജെറ്റ് ഫ്യൂവൽ കത്തിനേക്കാളും 500 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ വേണം. എവിടെ? ജെറ്റ് ഫ്യൂവൽ തന്നെയല്ലേ കത്തിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഈ ബിൽഡിങ് എങ്ങനെ വീണത്? ഇത് മെൽറ്റാവാതെ വീക്കായാലും അത്രയും സ്ട്രെങ്ത് അതിൽ ഓൾറെഡി ഉണ്ടാവും. സ്റ്റീൽ മെൽറ്റായാലല്ലേ ഇങ്ങനെ വീഴുള്ളൂ. അതിൻ്റെ ഇനിയിപ്പോൾ വേണ്ട, ഇനിയിപ്പോൾ കുറച്ച് അതിനൊരു 100 ഡിഗ്രി സെൽഷ്യസൊക്കെ ഗ്യാപ്പ് ഒരു ഡിഫറൻസ് മാത്രം ഉള്ളെങ്കിൽ കുഴപ്പമില്ല, അതിപ്പോൾ വീക്കായിട്ട് വീണായിരിക്കും വിചാരിക്കുക. ഇത് 800 to 1000 എവിടെ കിടക്കുന്നത്? 1370 to 1540 എവിടെ കിടക്കുന്നു? ആ വ്യത്യാസം മനസ്സിലായോ? 300 ഡിഗ്രി 500 ഡിഗ്രി സെൽഷ്യസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹ്യൂജ്. ആൻസർ ഇല്ല ക്വസ്റ്റ്യന്. വേൾഡ് ട്രേഡ് സെൻ്റർ എന്ന് പറഞ്ഞാൽ 110 ഫ്ലോറാണ്. ബേസ്മെൻറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മുകളിലേക്ക്. നമ്മുടെ ഹോസ്റ്റൽ അഹമ്മദാബാദിലെ കോളേജ് ഹോസ്റ്റൽ 10 നിലയുള്ളൂ. ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ബിൽഡിങ് സിമ്പിളായിട്ട് നിൽക്കുന്നുണ്ട്, പന പോലെ നിൽക്കുന്നുണ്ട്. വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ പൊടി പോലും ഇല്ല കിട്ടാൻ. 110 ഫ്ലോറാണ്. ഇവിടെ നിന്ന് തുടങ്ങുകയാണ് നമ്മുടെ ജേണി, കോൺസ്പിറസി ജേണി. നിങ്ങൾ ഒരു കോൺസ്പിറസീസിൽ വിശ്വസിക്കുന്ന ആളല്ലെങ്കിൽ കൂടെ ഇതൊരു ഐ ഓപ്പണർ ആയിരിക്കും നിങ്ങൾക്ക്. കാരണം അത്രയും അൺആൻസേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ ഇങ്ങനെ ഓരോ ഇതിലിപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇത്രയും കാര്യങ്ങളും ഇങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് പറ്റിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചിന്തിച്ചിരിക്കും. ഇത് എൻ്റെ വാക്കാണ്. അപ്പോൾ ലെറ്റ്സ് ഡിഗ് ഇൻ. അപ്പോൾ എന്താണ് അന്ന് സംഭവിച്ചത്? സെപ്റ്റംബർ 11, 2001 ആ ദിവസം എന്താണ് സംഭവിച്ചത്? 4 ഫ്ലൈറ്റുകളാണ്. ഈ പേരൊന്ന് ഓർത്ത് വയ്ക്കണം. ഫ്ലൈറ്റ് 11, ഫ്ലൈറ്റ് 175, ഫ്ലൈറ്റ് 77, ഫ്ലൈറ്റ് 93. 4 ഫ്ലൈറ്റ്. 11ഉം 175 വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ 2 ടവറുണ്ട്. വേൾഡ് ട്രേഡ് സെൻറ്ററിന് അറിയാലോ, ട്വിൻ ടവേഴ്സ് എന്നൊക്കെ എന്നെ വിളിക്കുക. ടവർ 1 ഫ്ലൈറ്റ് 11 ഇടിച്ചിറങ്ങി. ഫ്ലൈറ്റ് 175 എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ടവറിൽ ഇടിച്ചു. തേർഡ് ഫ്ലൈറ്റ് 77 എന്ന് പറഞ്ഞിട്ട് പെൻറ്റഗണിൽ പോയിട്ട് ഇടിച്ചു. 93ക്ക് മാത്രം ഒരു അറ്റാക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഒഫീഷ്യൽ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ യാത്രക്കാരനെ റിവോൾട്ട് ചെയ്തിട്ട്, അതായത് ഈ എല്ലാ ഫ്ലൈറ്റിലും 5 തീവ്രവാദികൾ വെച്ചുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 3 ഫ്ലൈറ്റിൽ 5 ആൾക്കാരുണ്ടായിരുന്നു. ഈ 93ൽ മാത്രം 4 പേരേ ഉള്ളൂ. അപ്പോൾ ഈ 4 പേരിനെ ആ ഫ്ലൈറ്റിലുള്ള ആൾക്കാരൊക്കെ കൂടി അറ്റാക്ക് ചെയ്ത് അവർ തമ്മിൽ കുറച്ച് വയലൻസൊക്കെ ഉണ്ടായി. ആ പിടിച്ചുപറി ആ ഒരു ഇഷ്യൂസിൽ ഈ ഫ്ലൈറ്റ് വേറൊരു സ്ഥലത്ത്, ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇടിച്ചിറങ്ങുമായിരുന്നു. അതിനൊന്നും പറ്റിയിട്ടില്ല, അതിനൊരു അറ്റാക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ മിഷൻ ഫെയിൽഡായി. ബാക്കി 3 മിഷൻസും തീവ്രവാദികൾ കറക്റ്റായിട്ട് ചെയ്തു. 19 തീവ്രവാദികളുണ്ടായിരുന്നു മൊത്തം ഈ മിഷന്. 15 പേര്, ഇതൊന്ന് നോട്ട് ചെയ്യണം, 15 പേര് സൗദി നാഷണൽസാണ്. സൗദി അറേബ്യയിൽ നിന്നുള്ളവരാണ് ഈ 15 പേരും. ഓക്കെ, ഇപ്പം മാത്രം നിങ്ങൾ ഈ സൗദി അറേബ്യൻ്റെ പേര് കേൾക്കുള്ളൂ. ഇതിന് ശേഷം
അമേരിക്കയ്ക്കും സൗദി അറേബ്യൻ്റെ ആൾക്കാരിനൊന്നും അന്വേഷിക്കുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട, ആർക്കും ഒന്നും വേണ്ട. ഇപ്പം മാത്രമേ നിങ്ങളിത് കേൾക്കുള്ളൂ. 15 പേര് സൗദി അറേബ്യ എന്നുള്ള ആൾക്കാരാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ എന്താണ് അന്ന് സംഭവിച്ചത് മനസ്സിലായി. അപ്പോൾ ബോസ്റ്റൺ, കുറേ ലോസ് ഏഞ്ചലസിലേക്ക് പോകുന്ന ഫ്ലൈറ്റുകളായിരുന്നു ഇതൊക്കെ, ബോസ്റ്റൺ എന്നുള്ളതും വേറൊരു സ്ഥലത്തു നിന്നുള്ളതൊക്കെ. അപ്പോൾ അവിടുന്ന് വണ്ടി ടേക്ക് ഓഫ് ചെയ്തു, ഹൈജാക്ക് ചെയ്തു. ഇടയിൽ ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിലും പെൻറ്റഗണിലും 2 ഫ്ലൈറ്റ്, വേൾഡ് ട്രേഡ് സെൻറ്ററിൽ 1 ഫ്ലൈറ്റ് പെൻറ്റഗണിൽ വന്ന് ഇടിച്ചിറങ്ങി. റൈറ്റ് ആഫ്റ്റർ ദ അറ്റാക്ക് അന്ന് ജോർജ് ഡബ്ല്യു ബുഷ്, എല്ലാവർക്കും അറിയാം ജോർജ് ഡബ്ല്യു ബുഷ് ആയിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആഫ്റ്റർ ദ അറ്റാക്ക് എന്ത് സംഭവിച്ചു? അതായത് ഈ അറ്റാക്ക് കഴിഞ്ഞു, ലോകം വിറയ്ക്കുകയാണ്. കാരണം നിങ്ങൾ ആലോചിക്കണം, ഇത് സാധാരണ ഒരു രാജ്യമല്ല, ഇതിന് പേര് കേട്ട ഒരു രാജ്യമാണ്. അവരുടെ സെക്യൂരിറ്റി, അവരുടെ മിലിറ്ററി പവറിനെ അവർ തന്നെ പൊക്കി, അവർ തന്നെ തള്ളിമറിക്കണ ഒരു രാജ്യമാണ് ഈ അമേരിക്ക. അതും ഈ അമേരിക്കയിൽ തന്നെ കുറേ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണ കുറേ സ്ഥലമുണ്ട്. അതൊന്നുമല്ല, അവരുടെ വെൽത്തിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ന്യൂയോർക്കിൽ പൈസ കിടന്ന വാൾ സ്ട്രീറ്റ്, പൈസ കിടന്ന മറിയുന്ന സ്ഥലമാണ് ഈ വാൾ സ്ട്രീറ്റുള്ള ന്യൂയോർക്ക്. അവിടുത്തെ വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് അറ്റാക്ക്. ഒരാൾക്കും ഇത് ആദ്യം കേട്ട ഒരാൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്ത് നിങ്ങൾ പറയുന്നു, ഒരു അൺട്രെയിൻഡ് ആയിട്ടുള്ള, അതായത് ഫ്ലൈറ്റ് ഓടിക്കാൻ അവർ ഗെയിം കളിച്ചിട്ടാണ്, ഇതൊക്കെ പിന്നീട് വന്ന നറേറ്റീവ്സാണ്. ഗെയിമുണ്ട്, ഫ്ലൈറ്റ് സിമുലേറ്റർ ഉണ്ടല്ലോ, ആ ഫ്ലൈറ്റ് സിമുലേറ്ററിൽ ആ ഗെയിം കളിച്ചിട്ടാണ് ഇവർ പ്ലെയിൻ ഓടിക്കാൻ പഠിച്ചതെന്നൊക്കെയാണ് ഒഫീഷ്യൽ നറേറ്റീവ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതുവരെ ഫ്ലൈറ്റിൻ്റെ കോക്പിറ്റ് കാണാത്ത ആൾക്കാർ ഒരു ബോയിങ് 767 ഓടിച്ച് കറക്റ്റ് ആ ബിൽഡിങ്ങിൻ്റെ കറക്റ്റ് സ്ഥലത്ത് വന്ന് ബിൽഡിങ്ങിലേക്ക് ഇടിച്ചിറക്കണമെങ്കിൽ ചില്ലറ സ്കില്ലൊന്നും പോരാ. ചിലപ്പോൾ ഒരു ഭയങ്കര എന്താ പറയുക ഗെയിമേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത്. ഓഫ് കോഴ്സ് അതെന്തോ ആയിക്കോട്ടെ, പോട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ പോകുന്നില്ല, അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചു? റൈറ്റ് ആഫ്റ്റർ ദ അറ്റാക്ക് ഒരാളും ഇത് ഏറ്റെടുത്തില്ല. ഈ അറ്റാക്ക്, ഇത്ര വലിയ അറ്റാക്ക് നടന്നു, തീവ്രവാദികൾ സാധാരണ ഇത് ഞങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ വരും. ഓക്കെ, ആരും ഏറ്റെടുത്തില്ല. CIA കൗണ്ടർ ടെററിസം വിങ് ഉണ്ട്, അവരാദ്യം തന്നെ പറഞ്ഞു ഇത് അൽ-ഖ്വയ്ദയാണ്, ഇത് ഒസാമ ബിൻ ലാദൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അപ്പം ചുമ്മാ അങ്ങനെ പറഞ്ഞതല്ല, അവർക്കൊരു കാരണം ഉണ്ടായിരുന്നു അങ്ങനെ പറയാൻ. 1993 വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഒരു വാൻ ബോംബിങ് നടന്നിട്ടുണ്ട്. 6 പേര് മരിച്ചു, കുറേ പേർക്ക് പരിക്കൊക്കെ ഏറ്റിട്ടുണ്ട്. ഒരു 7 കൊല്ലം മുന്നേ, അതായത് വേൾഡ് ട്രേഡ് സെൻറ്റർ 2001 അതിൻ്റെ 7 കൊല്ലം മുന്നെയാണ് നടന്നത്. റാംസി യൂസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു അന്ന് അത് ചെയ്തത്. ഓക്കെ, റാംസി യൂസഫ് എന്ന് പറയുന്നത് ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ കസിനാണ്. ഈ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദാണ് ഈ അൽ-ഖ്വയ്ദൻ്റെ ഒക്കെ മെയിൻ ആൾ, നമ്മുടെ ഒസാമ ബിൻ ലാദൻ്റെ ഒക്കെ മെയിൻ ആൾ. അന്ന് നോർത്ത് ടവറായിരുന്നു അവർ അറ്റാക്ക് ചെയ്യാൻ നോക്കിയത്. നോർത്ത് ടവറിൻ്റെ അടിയിൽ ഒരു വാന് പാർക്ക് ചെയ്തിട്ട് ആ വാനിൽ കുറേ ബോംബ് വെച്ചിട്ട് അത് പൊട്ടിക്കുകയായിരുന്നു. അതായിരുന്നു ഇവരുടെ ആദ്യത്തെ ഒരു മിഷൻ, സക്സസ്ഫുൾ മിഷൻ. കാരണം അമേരിക്കയിൽ ചെന്നിട്ട് ഒരു തീവ്രവാദി അറ്റാക്ക്, അത് ഇത്രയും റഷുള്ള ആ ഒരു സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്നു അമേരിക്കക്കാരനെ ഞെട്ടിയിട്ടുണ്ടാവും. എപ്പോൾ 2001 93 അവർ ഞെട്ടിയിട്ടുണ്ടാവും. കാരണം ഇങ്ങനെ ഒരു അറ്റാക്ക് ഇത്രയും കറക്റ്റ് ഒരു പാളിച്ചും ഇല്ലാതെ ഈ ഒരു വാൻ അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് പൊട്ടിക്കണമെങ്കിൽ ചില്ലറ കഴപ്പൊന്നും പോരാ. അപ്പോൾ അന്ന് എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദിനെയാണ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് അന്ന്. അപ്പോൾ അങ്ങനെയാണ് അവർ ആ ലിങ്ക് ഈ അൽ-ഖ്വയ്ദയാണെന്ന് CIA കൗണ്ടർ ടെററിസം ആദ്യം തന്നെ അനൗൺസ് ചെയ്തത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിങ്ക് അന്നേ അവർ ഈ ബിൽഡിങ്ങിനെ ഒരു നോട്ടൗട്ട് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ സെക്കൻഡ് അറ്റാക്കാണിത്. അപ്പോൾ അങ്ങനെയാണ് ഇത് വരുന്നത്. മീഡിയ ഇത് ഏറ്റെടുത്തു. പിന്നീട് ഈ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് തന്നെയാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റ്. ഈ ഒരു
ഈ ഒരു 9/11 മെയിൻ പ്ലാനിങ്ങും എല്ലാം ഈ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് തന്നെയാണ്. സെപ്റ്റംബർ 11 ഈ അറ്റാക്ക് നടക്കുന്നത്. സെപ്റ്റംബർ 16 ബിൻ ലാദൻ അൽ ജസീറയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനല്ല ചെയ്തത്. ഓക്കെ, തീവ്രവാദികളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ഇത്ര വലിയൊരു അറ്റാക്ക് നടന്നു. ഓക്കെ, ഇത്ര വലിയൊരു അറ്റാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ സാധാരണ എങ്ങനെയായിരിക്കും? ചിലപ്പോൾ ചെയ്യാത്ത അറ്റാക്ക് വരെ ഏറ്റെടുക്കുന്ന ആൾക്കാരുണ്ട്. അവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ അവരോട് ഞങ്ങളാണ് ചെയ്തത്, ഞങ്ങൾക്ക് ഇത് ചെയ്തത് ഞങ്ങളാണ്, ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്ന ടീംസ് ഉണ്ട്. പക്ഷേ ബിൻ ലാദൻ എന്തുകൊണ്ടോ 16 വന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങളല്ല ചെയ്തത്, ഇത് ചെയ്തത് ഏതൊക്കെയോ ഇൻഡിവിജ്വൽസാണ്, ഇതും ഞാനും അൽ ഖ്വയ്ദയുമായിട്ട് ഒരു ബന്ധമില്ല. അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് 11 ഇത് നടന്നു. 5 ദിവസം കഴിഞ്ഞിട്ട് പുള്ളി വന്ന് അങ്ങനെ പറഞ്ഞു. ഇനി കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കുക. 2004 കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു കേട്ടോ. ആ 2004 എത്തുമ്പോഴേക്കും അമേരിക്ക 2 സ്ഥലത്ത് അറ്റാക്ക് ഇൻവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇറാഖിലും, അതെന്തിനാണ് പോയതെന്ന് ആർക്കും അറിയില്ല. അത് വേറെ തന്നെ ഒരു വീഡിയോ ആണ്. ഡിക് ചെയിനി എന്ന് പറഞ്ഞിട്ട്, ഈ ജോർജ് W. ബുഷ് ആണല്ലോ അമേരിക്കൻ പ്രസിഡൻറ്റ്, പുള്ളിയുടെ ഒരു വൈസ് പ്രസിഡൻ്റ് ഉണ്ട്, ഡിക് ചെയിനി എന്നാണ് പുള്ളിയുടെ പേര്. മാസ്റ്റർ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിയാണ്. ഒരു വീഡിയോ തന്നെ ചെയ്യാനുണ്ട്, അത് നമുക്ക് പിന്നെ ചെയ്യാം. ഡിക് ചെയിനിൻ്റെ കുൽസിതങ്ങൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. പുള്ളിയാണ് ഈ ഇറാഖിൽ പോയതിൻ്റെ ഒരു മെയിൻ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആയിരുന്നു. വെറുതെ കിടക്കുന്ന സദ്ദാം ഹുസൈൻ ഇതുമായിട്ട് ഒരു ബന്ധമില്ല, എന്നാലും ചുമ്മാ ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇറാഖിൽ പോയി അവിടെ മൊത്തം കൊളമാക്കിയിട്ട് മടങ്ങി വന്നു. അപ്പോൾ ഈ 2004 ആകുമ്പോഴേക്കും അഫ്ഗാനിസ്ഥാനിലും ഇൻവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാഖിലും അമേരിക്കൻ മിലിറ്ററി ചെന്ന് അവിടുത്തെ, കാരണം അവർക്ക് 9/11 എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര ഒരു അടി കിട്ടിയ ഒരു പരിപാടിയായിരുന്നു. കാരണം അവർ ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ ഈ തീവ്രവാദികൾക്കൊക്കെ ഇത്രയും പവറോ അല്ലെങ്കിൽ ഇത്രയും ഒരു മിഷൻ ചെയ്യാനുള്ള സ്ട്രെങ്ത് അവർക്കുണ്ടോ എന്ന് അവർ തന്നെ ആലോചിച്ച് കുറച്ച് പേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അവർക്ക് പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ, അതായത് എന്തെങ്കിലും ഒരു തിരിച്ചടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അതിപ്പം അതാണ് വേറെ കാര്യം ആലോചിക്കേണ്ടത്. ഫുൾ സപ്പോർട്ട് കൂടിയിട്ടാണ് ഇവർ പോയിരിക്കുന്നത്. ഇപ്പോൾ ഇറാഖിലേക്ക് പോയത് അയ്യോ ആരും പോകല്ലേ എന്ന് നാട്ടുകാർ പറഞ്ഞിട്ടൊന്നുമല്ല, അമേരിക്കക്കാരൻ്റെ പറഞ്ഞ് നിങ്ങൾ എവിടെ വെച്ച പോയി അടിച്ചോ, ഈ തീവ്രവാദികളിനൊക്കെ കൊല്ലണം എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇവരെല്ലാവരെയും പോയിരിക്കുന്നത്. ഈ അമേരിക്കൻ കോൺഗ്രസിൻ്റെയും അമേരിക്കൻ ആൾക്കാരുടെയും ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവർ എതിർക്കും, ഇപ്പോൾ ചോദിക്കും എന്തിനാണ് ഇറാഖിലേക്ക് പോയത്, അവിടെ ഒന്നുമില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് എന്ത് നേടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇതൊക്കെ പറയും. പക്ഷെ അന്ന് ഇവരൊന്നും ഇത് പറഞ്ഞിട്ടൊന്നുമില്ല. അന്ന് എല്ലാവരായി പോകണം, എല്ലാവരും കൊല്ലണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇവർ പോയത്. അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമ്മൾ 2004 2004 എലക്ഷനാണ്, അമേരിക്കൻ എലക്ഷൻ. ജോർജ് W. ബുഷ് തന്നെയാണ് സ്ഥാനാർത്ഥി, റിപ്പബ്ലിക്കൻ അവരുടെ പാർട്ടിയുടെ. എലക്ഷൻ 5 ദിവസം മുന്നേ, എലക്ഷൻ 4 ദിവസം മുന്നേ, 2 നവംബർ എലക്ഷൻ. ഓക്കെ, 4 ദിവസം മുന്നേ 29 ഒക്ടോബറിന് ബിൻ ലാദൻ്റെ ഒരു വീഡിയോ, അതിൽ വന്നിട്ട് പറയുകയാണ് ബിൻ ലാദൻ പണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ മറന്നു പുള്ളി. ഇപ്പം പറയാണ് ഞാനാണ് ചെയ്തത്, അൽ ഖ്വയ്ദ ഞങ്ങളാണിത് ചെയ്തത്. ജോർജ് ബുഷിനെ പേരെടുത്ത് കുറ്റം പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയ്ക്കെതിരെ ഡെത്ത് ടു അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് ജോർജ് ബുഷിൻ്റെ പേരെടുത്ത് പറഞ്ഞു. 4 ദിവസം മുന്നേ എലക്ഷൻ്റെ. ആര് ജയിച്ചു എലക്ഷന്? ഗസ് ചെയ്യാൻ പറ്റുമോ? വേറെ ആരുമല്ല, പുള്ളിയാണ് ജയിച്ചു. വൈസ് പ്രസിഡൻറ്റ് നമ്മുടെ ഡിക് ചെയിനി.
2003 തന്നെ നമ്മുടെ ഖാലിദ് ഷെയ്ഖ് ഉണ്ടല്ലോ, ഷെയ്ഖ് മുഹമ്മദ്, പുള്ളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളി ഇപ്പോഴും ജീവനോടെ ഉണ്ട് ഗൊന്റാനാമോ ബേയിലെ അവരുടെ പ്രിസൺ, അമേരിക്കക്കാരൻ്റെ ക്യൂബയിലുള്ളത്. അവിടെ ഇപ്പോഴും ആളുണ്ട്. പുള്ളിനെ പിഴിഞ്ഞൊരു വഴിക്കാക്കിയിട്ടുണ്ടോ അവർ. എന്തായാലും ഗൊന്റാനാമോ ബേയിൽ നിയമങ്ങളൊന്നുമില്ല, അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇയാളൊക്കെ എന്തിനാ തീറ്റി പോറ്റതെന്നാണ് എനിക്ക് ഇപ്പോഴും സംശയം. എവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ഖാലിദിനെ? ഓഫ് കോഴ്സ് പാകിസ്ഥാനിൽ. ഒസാമ ബിൻ ലാദനെ എവിടെ നിന്നാണ് കിട്ടിയത്? ഓഫ് കോഴ്സ് പാകിസ്ഥാനിൽ, ISIൻ്റെ ക്യാമ്പിൻ്റെ തൊട്ടിപ്പുറത്ത്. പക്ഷേ തീവ്രവാദികളൊന്നും പാകിസ്ഥാനിലില്ല. പാകിസ്ഥാൻകാരോട് ചോദിച്ചാൽ പറയും ഈ തീവ്രവാദികളൊന്നും ഞങ്ങളവിടെ ഇല്ല. പക്ഷേ ബിൻ ലാദനും ഖാലിദ് ഷെയ്ഖ് മുഹമ്മദിനെയൊക്കെ അവരിനെയൊക്കെ പിടിച്ചത് ഞങ്ങളുടെ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഈ ഇലക്ഷൻ്റെ ഇത് മനസ്സിലായല്ലോ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത്. ഇതിനർത്ഥം അൽ-ഖ്വയ്ദ ഇത് ഇൻസൈഡ് ജോബാണോ എന്ന് ചോദിക്കും. അപ്പോൾ എന്താണ് ഈ ഇൻസൈഡ് ജോബ്? 9/11 ഈസ് എ ഇൻസൈഡ് ജോബ്. നമ്മുടെ തംബ്നെയിലും ടൈറ്റിലൊക്കെ ഇൻസൈഡ് ജോബ് ആണെന്ന് എന്തിനാണ് പറയുന്നത്? അതുപോലെ അമേരിക്കക്കാരൊക്കെ എന്തിനാണ് ഇൻസൈഡ് ജോബാണെന്ന് പറയുന്നത്? ഈ തീവ്രവാദികളിലൊക്കെ വെള്ളപൂശാനാണോ എന്നൊരു ചോദ്യം നിങ്ങളുടെ ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലുമല്ല. അൽ-ഖ്വയ്ദയും ഈ ഒസാമ ബിൻ ലാദനും ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് തന്നെയാണ് ഈ പരിപാടി മൊത്തം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവരെന്ന് പറയുന്നത് ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള തീവ്രവാദികളോ ഒന്നുമല്ല. ബിൻ ലാദൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ അമേരിക്കയിൽ വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്ലൈറ്റ് സിമുലേറ്ററിൽ വെച്ച് ഇത് പഠിച്ച് ഈ ഫ്ലൈറ്റ് ഓടിച്ച്, നിങ്ങൾ ആലോചിക്കുന്നത് ഒരു കമേഴ്ഷ്യൽ ഫ്ലൈറ്റാണിത്. അത് ഓടിച്ച് വന്ന് ഈ ഒരു ബിൽഡിങ്ങിൽ അതായത് ഏതെങ്കിലും ബിൽഡിങ്ങിൽ ഇടിച്ചിറക്കാനാണെങ്കിൽ ഇപ്പോൾ ഓക്കെ, ശരി, അത് ചിലപ്പോൾ അവർക്ക് ഒരു ലക്കിൽ കിട്ടിയായിരിക്കും എന്ന് പറയാം. ഇത് അവർ വിചാരിച്ച ബിൽഡിങ്ങിലാണ് ഇടിച്ചിറക്കിയിരിക്കുന്നത്. നിങ്ങൾ അതാലോചിക്കണം. ഈ ന്യൂയോർക്കിൽ ഇപ്പോൾ ഒരു ബിൽഡിംഗ് അല്ല, ഇഷ്ടംപോലെ ബിൽഡിംഗ് ഉണ്ട്. അവർ പ്ലാൻ ചെയ്ത ഇന്ന ബിൽഡിങ്ങിൽ ഇടിക്കണം, ഇന്ന ബിൽഡിംഗ് അറ്റാക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് അത് 2 ബിൽഡിങ്ങാണ്, 2 ടവർ. അതിൽ ഒരു ടവറിൽ ഒരു ഫ്ലൈറ്റ്, അടുത്ത ടവറിൽ വേറെ ഫ്ലൈറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് ഗെയിം കളിച്ചിട്ട് കിട്ടിയതാണോ പറയുന്നത്? അപ്പോൾ ഈ ലോസ് ആഞ്ചലസിലേക്ക് പോകേണ്ട ഫ്ലൈറ്റാണിത്. അത് റീറൂട്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ ഫ്ലൈറ്റ് കൺട്രോളും ഈ അമേരിക്കയുടെ പേര് കേട്ട ഈ ഡിഫൻസ് സിസ്റ്റവും ഒക്കെ ഉറങ്ങുമായിരുന്നു. അവർക്ക് അറിയില്ലേ ഇതെന്തത് ഈ ഫ്ലൈറ്റ് ഇങ്ങോട്ട് പോകണു എന്ന് പറഞ്ഞിട്ട് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ലേ? ഒന്നുമില്ലെങ്കിൽ വെടിവെച്ചിടാലോ, അതും പറ്റില്ലേ? അപ്പോൾ ഇനിയാണ് നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചോദ്യങ്ങൾ. ആദ്യം നമുക്ക് പാസ്പോർട്ടിൻ്റെ കാര്യം നോക്കാം. അതായത് നിങ്ങൾ ആലോചിക്കണം, ഇതൊരു ഫയർ ഇൻസിഡൻറ്റ് പോലെയാണ്. അതായത് കത്തുകയാണ് ആ ബിൽഡിംഗ് മുഴുവൻ ഇരുന്നിട്ട്. ഓക്കെ, ലിറ്ററലി കത്തുക, ഫയറാണ് എല്ലാവിടെയും, തീ. ഫ്ലൈറ്റ് 11 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫ്ലൈറ്റ് 11 ഫസ്റ്റ് ടവറിലടിച്ച ഫസ്റ്റ് ടവറിൽ വന്ന് വീണ ഫ്ലൈറ്റാണ് ഫ്ലൈറ്റ് 11. ഫ്ലൈറ്റ് 11 ഉണ്ടായിരുന്ന ഒരു തീവ്രവാദിയാണ് സത്താം അൽ സക്കാമി എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ പാസ്പോർട്ട് ആലോചിക്കണം. പാസ്പോർട്ട് ഒന്ന് പേപ്പറാണല്ലോ പാസ്പോർട്ട്, പ്ലാസ്റ്റിക് ഒന്നും അല്ലല്ലോ കത്താതിരിക്കാൻ. പുള്ളിയുടെ പാസ്പോർട്ട് വെസൈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ തൊട്ട് സൈഡിലുള്ളൊരു സ്ട്രീറ്റാണ്. അവിടെ ഒരു വഴിപോക്കന് കിട്ടി ഈ പാസ്പോർട്ട്. മുകളിലൂടെ ഫ്ലൈറ്റിൽ വന്ന് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഇടിച്ച ആളുടെ അതിൽ ഒരു തീവ്രവാദിൻ്റെ പാസ്പോർട്ട് ഒരു കുഴപ്പവും കൂടാതെ വഴി കൂടെ നടന്നു പോകുന്ന ഒരാൾക്ക് കിട്ടിയിട്ട് അയാൾ ന്യൂയോർക്ക് ഒരു പോലീസുകാരന് ഏൽപ്പിച്ചു. ഒരു പാസ്പോർട്ട് കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്,
ഇതാരെങ്കിലും വന്നൊന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി ആ പാസ്പോർട്ട് ഏൽപ്പിച്ചു. ഒരു കുഴപ്പമില്ല, അയാളുടെ പേര് അഡ്രസ്സ് എല്ലാം ഉണ്ട്. നാല് പാസ്പോർട്ടാണ് കിട്ടിയത്, മൊത്തം 4 തീവ്രവാദികളുടെ. ഒരെണ്ണം മാത്രമാണ് ഈ വഴിയിൽ കിടന്ന് കിട്ടിയത്. ബാക്കിയുള്ളതൊക്കെ ഈ ബിൽഡിംഗ് അവശിഷ്ടങ്ങളുടെ ഇടയിലും ലഗേജിൽ നിന്നൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല കേട്ടോ ഈ 4 പാസ്പോർട്ടിന്. അത് മാത്രം കത്തിയിട്ടൊന്നുമില്ല. ഈ ഇവരുടെ പാസ്പോർട്ട് എങ്ങാനും ഈ ഫയർ പ്രൂഫ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. പറയാൻ പറ്റില്ല. ചിലപ്പോൾ തീവ്രവാദികൾ, അതായത് ഞാൻ ഒരു കുറ്റം ചെയ്യാൻ പോവാണ്, അപ്പോൾ ഞാൻ എന്ത് വേണം, എൻ്റെ ഐഡൻറ്റിറ്റി എല്ലാവരും അറിയണം, എന്നാലല്ലേ എന്നെ കുറ്റപ്പെടുത്താൻ പറ്റുള്ളൂ. ഞാൻ ആരാണെന്ന്, തീവ്രവാദികൾ ആരാണെന്ന് ആർക്കും അറിയണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവരെന്നെ പാസ്പോർട്ടിനെ എവിഡൻസ് നശിപ്പിക്കുക എന്ന് പറയില്ല, അവരെന്നെ അത് ചെയ്യും. പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല. അവർക്ക് എന്ത് വേണം, എല്ലാവരും അറിയണം പാസ്പോർട്ട്. അതിനായിരിക്കും സാധാരണ കള്ളന്മാരൊക്കെ തെളിവ് നശിപ്പിക്കാറാണ് പതിവ്. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. പാസ്പോർട്ടൊക്കെ ഇങ്ങനെ എറിയുക, മേലെ കൂടെ പോണ ഫ്ലൈറ്റിൻ്റെ പാസ്പോർട്ട് തെറിച്ച് വേറെ താഴെ വന്ന് വീഴുക, ഒരു കുഴപ്പമില്ലാതെ. അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു പ്രതിഭാസമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതൊന്നും കോൺസ്പിറസി അല്ല, പ്ലീസ് നോട്ട്, യു ക്യാൻ ചെക്ക് ഇറ്റ്. സത്താം അൽ സക്കാമിയുടെ പാസ്പോർട്ട് എവിടെ നിന്നാണ് കിട്ടിയത് ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ, നിങ്ങൾക്ക് അതിൻ്റെ വൃത്തിക്കുള്ള ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം. 4 പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട് തീവ്രവാദികളുടെ. 19 പേരിൽ 4 പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പോട്ടെ, ലക്കിൽ കിട്ടിയതായിരിക്കും. എല്ലാം ഇപ്പം അങ്ങനെ ഒരു കോൺസ്പിറസി ആംഗിൾ ഉണ്ടോ? ചിലപ്പോൾ ചില പാസ്പോർട്ടൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരി കിട്ടില്ലേ, ഓക്കെ. ബാക്കിയുള്ളവരുടെ പാസ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അങ്ങനെ പറയാം, കുഴപ്പമില്ല. പോട്ടെ, നമുക്ക് ഒരു ലൈറ്റ് കോൺസ്പിറസിന്ന് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ, ഡാൻസിങ് ഇസ്രയേലീസ്. ഡാൻസിങ് ഇസ്രയേലീസ് എന്ന് ഇങ്ങനെ കുറേ കോൺസ്പിറസി ഇത് കേട്ടിട്ടുണ്ട്. അപ്പം എന്താ, ഞാൻ സത്യം പറയാം, ഞാൻ വിചാരിച്ചു ഇത് ഈ ഹമാസുകാരുണ്ടാക്കിയ എന്തോ പരിപാടിയാണ്. അവർക്കാണല്ലോ ഇസ്രയേലീസിന് അത്ര ദേഷ്യം. അപ്പോൾ ഈ ഗാസയിലോ ഉള്ള അല്ലെങ്കിൽ ഹമാസുകാരുണ്ടാക്കിയതായിരിക്കും. കാരണം ഇവരെന്നെ തീവ്രവാദികൾ അൽഖ്വയ്ദക്കാർ ചെയ്ത് തന്നെ നൈസിൽ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേറൊരു പ്രൊപ്പഗൻഡ ഇറക്കിയതായിരിക്കും. എന്താ ഇപ്പോൾ ഇസ്രയേലിയാരും ഇവരുമായിട്ട് എന്താ ബന്ധം? ഇതിപ്പോൾ എന്തിനാണ് ഇപ്പോൾ അങ്ങനെ പറയുന്നത്? ഇസ്രയേലും അവർക്ക് എന്തിനാണ് ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ പൊട്ടിക്കുമ്പോൾ ഡാൻസ് കളിക്കാൻ ആവശ്യം? സത്യത്തിൽ ഞാൻ വിചാരിച്ചു ഡാൻസിങ് ഇസ്രയേൽ എന്തെങ്കിലും കോഡ് നെയിമാണോ? ഒന്നുമല്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, വിശ്വസിക്കില്ല. സ്റ്റോറി ഇങ്ങനെയാണ് പോകുന്നത്. വേൾഡ് ട്രേഡ് സെൻറ്റർ അവിടെ പൊട്ടുന്നു. ഓക്കെ, രാവിലെ 9:30 to 10 മണി ആ ഒരു സമയത്താണ് ഇത് പൊട്ടുന്നത്. പ്ലെയിനൊന്ന് ഇടിച്ച് പൊട്ടി കത്തുന്നത്. മറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കക്കാരി അവരുടെ വിൻഡോന്ന്, അവർക്ക് മെൻഹാട്ടാനിലാണ് ഇത് നടക്കുന്നത്, ന്യൂയോർക്കിൽ. അപ്പോൾ അവർ വിൻഡോയിൽ കൂടെ വേൾഡ് ട്രേഡ് സെൻറ്റർ നോക്കുമ്പോൾ താഴെ കുറച്ച് അറബ് വംശജർ, കാണാൻ അറബ് ലുക്കുള്ളവർ ഡാൻസ് കളിക്കുക, സന്തോഷത്തിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക. ഏത് ബാക്ക് ഡ്രോപ്പിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ കത്തുകയാണ്, ഇവർ ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കുക, ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക, ഹൈഫൈ ചെയ്യുക. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കേട്ടോ, ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റാണ്. അവർ ഈ മറിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ത്രീ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. ഹൈഫൈ ചെയ്യുക, ഭയങ്കര ഹാപ്പി. മറിയ ഉടനെ പോലീസിനെ വിളിച്ചു. കുറച്ച് സംശയം ഉള്ള ആൾക്കാർ, കുറച്ച് എന്താണ് പറയുക, എന്തോ കുറച്ച് എന്തോ ഇവിടെ നടക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ആൾക്കാർ ഇവിടെ ഇതത്ര പന്തിയല്ല, ഇവിടെ വന്നൊന്ന് ഇവരിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മറിയ അവരെ വിളിക്കുകയാണ്. 5 പേരുണ്ട് അവർ കേട്ടോ. അപ്പോൾ ഇവർ തീവ്രവാദികളായിരിക്കുമോ? കാരണം കാണാൻ അറബികളെ പോലെയുണ്ട്.
തീവ്രവാദികളായിരിക്കും, ചിലപ്പോൾ തീവ്രവാദികളെ സഹായിക്കാൻ വന്നിരിക്കും. ഇവരുടെ സൈഡിലൊരു വാനൊക്കെ ഉണ്ട്, ഒരു വൈറ്റ് വാൻ. ഈ സാധാരണ തീവ്രവാദികൾ ഈ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെയാണ് ഈ ഇങ്ങനത്തെ വൈറ്റ് വാൻ, നമ്മുടെ അവിടുത്തെ ഒമിനി യൂസ് ചെയ്യുന്ന പോലത്തെയാണ് അവിടെ ഈ വൈറ്റ് വാൻ യൂസ് ചെയ്യുക. ഇങ്ങനെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പോലത്തെ. അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു വരുന്നത്. ഇത് സ്റ്റേറ്റ്മെൻറ്റ്, പോലീസ് റിപ്പോർട്ടും ഉണ്ട്, FBI റിപ്പോർട്ടും ഉണ്ട്, എല്ലാ റിപ്പോർട്ടും ഉണ്ട്. പേരുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ആദ്യം അറബികളാണെന്നാണ് ആ അമ്മച്ചി വിളിച്ച് പറഞ്ഞത്, കാരണം ദൂരം നിന്നാണല്ലോ അവർ കാണുന്നു. സിവാൻ കെർട്സ്ബർഗ്, പോൾ കെർട്സ്ബർഗ്, യാരോൺ ഷൂമൽ, ഒഡഡ് എൽനർ, ഒമർ മർമറി. 5 പേര് ഇസ്രായേലീസുകാരാണ്, ഇസ്രായേലിൽ നിന്നുള്ള ആൾക്കാരാണ്. അവരുടെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ കയ്യിൽ $4700 കുറേ ഫോറിൻ പാസ്പോർട്ടുകളും ബോക്സ് കട്ടേഴ്സും. ബോക്സ് കട്ടേഴ്സ് എന്ന് യൂസ് ചെയ്യുന്നത് മറ്റേ നമ്മുടെ ഈ ചെയിനൊക്കെ മുറിക്കാൻ യൂസ് ചെയ്യല്ലേ, ഇങ്ങനത്തെ സാധനം, അത് ബോക്സ് കട്ടേഴ്സും. മാപ്പ്, ന്യൂയോർക്കിൻ്റെ മാപ്പ്, അതിൽ പല സ്ഥലങ്ങളും ഹൈലൈറ്റ് വഴി ചെയ്തിട്ടുണ്ട്. ഹൈലൈറ്റഡ് മാപ്പ്, അതായത് ഒരു മാപ്പ് എടുത്തിട്ട് അതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഏത് സ്ഥലം നോട്ട് ചെയ്തതെന്നൊന്നുമില്ല, ഹൈലൈറ്റഡ് മാപ്പ്, അതായത് കൈകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത മാപ്പ് എന്ന് അതിൻ്റെ എവിഡൻസിൻ്റെ കൂടെ അവരെന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ എവിഡൻസ് ആയിട്ട് കിട്ടിയ സാധനത്തിലുണ്ട്. 70 ദിവസം അവരെന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. FBI ആണ് ക്വസ്റ്റ്യൻ ചെയ്തത് 70 ദിവസം. 70ാമത്തെ ദിവസം വലിയ തെളിവൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരിനെ ഡീപ്പോർട്ട് ചെയ്തു. എങ്ങോട്ട് ഡീപ്പോർട്ട് ചെയ്തു? ഇസ്രയേലിലേക്ക്. നടന്ന സംഭവമാണ്. അപ്പോൾ ഇവരാരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് ക്രേസി പാർട്ട്. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അർബൻ മൂവിങ് സിസ്റ്റംസ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിലാണ് അവർ വർക്ക് ചെയ്തത്. ലേറ്റർ ആൾക്കാർ മനസ്സിലാക്കി ദിസ് അർബൻ മൂവിങ് സിസ്റ്റം കമ്പനി ഈസ് എ മൊസാഡ് ഫ്രണ്ട്. അങ്ങനെ ഒരു കമ്പനി ആക്ച്വലി റണ്ണ് ചെയ്യുന്നത് മൊസാഡ് ആൾക്കാർക്ക് വന്ന് അവരുടെ ഈ മിഷൻസൊക്കെ ചെയ്യാൻ വേണ്ടി അവർക്കൊരു ഫ്രണ്ട് വേണം. ഒരു പറയുമ്പോൾ ചോദിക്കുമ്പോൾ എന്താണ് ഞങ്ങൾ മൊസാഡ് എന്നാണ്, സ്പൈ ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് അവർക്ക് ഒരു ഫേക്ക് ഒരു ജോലിയും ഫേക്ക് ഒരു കമ്പനിയൊക്കെ വേണം. അത് മൊസാഡ് ഫ്രണ്ടാണ്. ഞാൻ 2 തവണ ഇത് ചെക്ക് ചെയ്ത്, അർബൻ മൂവിങ് സിസ്റ്റം കമ്പനി മൊസാഡ് ആണോ, അതിൻ്റെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ ChatGPT എല്ലാ സാധനത്തിലും നോക്കി. ആക്ച്വലി ഇറ്റ് ഈസ് മൊസാഡ് ഫ്രണ്ടാണ്. FBI തന്നെ പറയുന്നുണ്ട്. വൈ ആർ ദേ ഡാൻസിങ്? അതാണ് ഈ ഡാൻസിങ് ഇസ്രയേലീസ്. ദേ ആർ ലിറ്ററലി ഡാൻസിങ് വെൻ 9/11 വാസ് ഹാപ്പനിങ്. അതായത് അവർക്കറിയാം ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇത് കാണേണ്ട ഒരു രീതിയിൽ വന്ന് നിന്നത്. അത് കണ്ടു കഴിഞ്ഞിട്ടായിരിക്കാം അവർ ഡാൻസ് കളിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറച്ച് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അതെങ്ങനെ അറിയാം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ അൽ-ഖ്വയ്ദ അല്ല അത് ചെയ്തത്, ഇത് വേറെ ആൾക്കാരാണ് ചെയ്തത്, അങ്ങനെയല്ല പറയുന്നത്. ലോട്ട് ഓഫ് പീപ്പിൾ ഓൾറെഡി ന്യൂ അബൌട്ട് ഇറ്റ്. അത് കുറേ പേർക്ക് ഇത് ഓൾറെഡി അറിയാം. അത് കുറച്ച് പേര് ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ അൽ-ഖ്വയ്ദ ആക്ച്വലി വേഴ്സ് എ മണ്ടന്മാർ, ദേ വർ ദ പപ്പറ്റ്സ് ഓഫ് ഇറ്റ്. അവരിതിൻ്റെ വെറും പപ്പറ്റാണ്. പപ്പറ്റാണെന്ന് പറയാനുള്ള വേറൊരു കാരണമുണ്ട്. അതാണ് അടുത്ത ചോദ്യം. എന്താണ് ഈ അൽ-ഖ്വയ്ദ? ഒസാമ ബിൻ ലാദൻ ആരാണ് ഇയാൾ? ചരിത്രം കുറേ ഉണ്ട്. സിമ്പിളാക്കി നമുക്ക് പറയുകയാണെങ്കിൽ ഈ അൽ-ഖ്വയ്ദ എങ്ങനെ ഈ അൽ-ഖ്വയ്ദ ഉണ്ടായി? ഈ തോക്കും നിങ്ങളെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ AK-47 മറ്റേത് എന്നൊക്കെ പണ്ട് ഉള്ള തോക്കുകൾക്കൊക്കെ ഇല്ലേ, ഭയങ്കര വിലയാണ്. ഇതങ്ങനെ
സാധാരണക്കാരനൊന്നും ഇത് മേടിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഈ ആഫ്രിക്കയിലെ ഈ റബൽസൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഡയമണ്ട്സ് കൊടുത്തിട്ടാണ് ഈ തോക്ക് മേടിക്കുന്നത്. പക്ഷേ ഈ അഫ്ഗാനിസ്ഥാനിലുള്ളവരും മറ്റവരൊക്കെ അവരിപ്പോൾ OPM അങ്ങനത്തെ ഒക്കെ കൊടുത്തിട്ടായിരിക്കും മേടിക്കുന്നത്. പക്ഷേ എന്നാലും ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. അപ്പോൾ ഒരു ഫണ്ടിങ് ഒന്നും ഇല്ലാണ്ട് ഇത് നടക്കില്ല. ഇവരിൻ്റെ ഈ വീഡിയോസിൽ അൽഖ്വയ്ദൻ്റെ വീഡിയോസ്, ഐസിസിൻ്റെ വീഡിയോസിലൊക്കെ എല്ലാവരും ഈ AK-47 പിടിച്ച് നിൽക്കുന്ന കണ്ടിട്ടില്ലേ? ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ബിക്കോസ് ദേ ഹാവ് ഹെവി ഫണ്ടിങ്. അതുകൊണ്ടാണ് ഈ സാധനം കിട്ടുന്നത്. ആരാണ് അൽഖ്വയ്ദ? എങ്ങനെ അൽഖ്വയ്ദ ഉണ്ടായി? അൽഖ്വയ്ദ ഉണ്ടാവുന്നത് കോൾഡ് വാറിൻ്റെ സമയത്ത്. കോൾഡ് വാർ എന്ന് പറയുമ്പോൾ അറിയാത്തവർക്കാണ്, അമേരിക്കയും റഷ്യയും തമ്മിൽ, സോവിയറ്റ് യൂണിയൻ, അന്ന് സോവിയറ്റ് യൂണിയനാണ്, അവർ രണ്ടുപേരും തമ്മിൽ യുദ്ധമില്ല എന്ന യുദ്ധമുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു പരിപാടി. ഓപ്പൺ യുദ്ധമില്ല. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഉക്രൈൻ റഷ്യ പോലെ മിസൈൽ വിടുന്ന പരിപാടിയില്ല. പക്ഷേ ഇങ്ങനെ വളഞ്ഞ രീതിയിൽ ആദ്യം സ്പേസിൽ പോവും, അല്ലെങ്കിൽ ആർക്ക് ഒളിമ്പിക്സ് കൂടുതൽ മെഡൽ കിട്ടും, അല്ലെങ്കിൽ എൻ്റെ ശത്രുവിനെ തോൽപ്പിക്കാൻ വളഞ്ഞ വേറെ ഏതെങ്കിലും ആളുണ്ടോ? അതായത് ഇപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അഫ്ഗാനിസ്ഥാനിൽ. ഓക്കെ, അവർ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ്റെ ആൾക്കാർ വന്നിട്ട് അവരിനെ ഓടിച്ചു വിടാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാൻകാരും സോവിയറ്റ് യൂണിയൻകാർ, റഷ്യ എന്ന് പറയാൻ എളുപ്പത്തിന്, സോവിയറ്റ് യൂണിയനാണ് പണ്ടത്തെ റഷ്യ, അഫ്ഗാനിസ്ഥാനും റഷ്യക്കാരും കൂടെ അഫ്ഗാനിസ്ഥാനിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, യുദ്ധം. അപ്പോൾ അമേരിക്ക, അതാണ് ഈ കോൾഡ് വാർ. അപ്പോൾ എന്ത് ചെയ്യണം അമേരിക്കക്കാർ? ഓഹോ, നിങ്ങൾ അവിടെ യുദ്ധം ചെയ്യണ്ടോ? എന്നാൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യില്ല, റഷ്യക്കെതിരെ യുദ്ധമായിട്ട് ചെയ്യില്ല, ഈ അഫ്ഗാനിസ്ഥാനിൽ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് നമ്മൾ കുറച്ച് ഫണ്ട് ചെയ്യുക. അല്ലെങ്കിൽ അവർക്ക് എന്താ വേണ്ടത്? അതിപ്പോൾ ഇൻറ്റലാണോ, അതിപ്പോൾ ഇൻഫർമേഷനാണോ, പൈസയാണോ, വെപ്പൺസാണോ, എന്താണ്? ഞങ്ങൾ തരാം. ക്യൂബ മിസൈൽ ക്രൈസിസ് ഉണ്ട്. അത് റഷ്യക്കാർ ഇങ്ങോട്ട് ചെയ്തത്. ക്യൂബ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കത്തെ ഒരു സ്ഥലം. അപ്പോൾ അവിടെ റഷ്യക്കാരൻ്റെ സപ്പോർട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ നോക്കി. അപ്പോൾ ഇതേപോലെ അങ്ങനെയാണ് ഈ കോൾഡ് വാർ. അത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അതിൽ ഒരു സൈഡ് അമേരിക്ക എടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് റഷ്യ എടുക്കും. അതുതന്നെയാണ് ഈ കോൾഡ് വാറിൻ്റെ സമയത്ത് കുറേ സംഭവിച്ചത്. ഇവരുടെ ഈ ഒരു തല്ല് കാരണമാണ് ഈ പല സംഭവങ്ങളും ഉണ്ടായത്. അതിലേക്ക് വരാം. അതായത് ഓപ്പറേഷൻ സൈക്ലോൺ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. CIA എന്നുള്ള അമേരിക്കൻ ഈ ഫോറിൻ ഏജൻസിയാണ്. അതായത് അവരുടെ ഡൊമസ്റ്റിക് അല്ല, ഈ പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഏജൻസിയാണ് CIA. അവരുടെ ഓപ്പറേഷൻ സൈക്ലോൺ, ഇതൊക്കെ ഫാക്ട്സ് ആണ് കേട്ടോ, അത് ഞാൻ പറയുന്നതല്ല. അവർ മുജാഹിദീൻ ആൾക്കാരുണ്ട് അഫ്ഗാനിസ്ഥാനിൽ, അവർക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 1979 തൊട്ട് 1989 വരെ. ആ കാലയളവിൽ അഫ്ഗാനിസ്ഥാൻകാരും റഷ്യക്കാരും ഫൈറ്റിംഗ് ആയിരുന്നു അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം. അപ്പോൾ അവർക്ക് മുജാഹിദീൻ ടീംസിന്, അഫ്ഗാനിസ്ഥാൻ്റെ ആൾക്കാർക്ക് CIA ഫണ്ട് ചെയ്തിട്ടുണ്ട്. ആര് വഴി? ഡയറക്റ്റ് ഫണ്ടിങ് അല്ല. അതാണ്, ഇതൊന്നും ഡയറക്റ്റ് ചെയ്യില്ല. ഇതാണ് എല്ലാത്തിനും ഇങ്ങനെ ഒരാളുണ്ടാവും. ആരാണ് ആൾ? ISI, നമ്മുടെ പാകിസ്ഥാൻ്റെ ISI ഉണ്ടല്ലോ. USA പാകിസ്ഥാന് കൊടുത്തു. USA CAAൻ്റെ ആൾക്കാർ ഫണ്ടിങ് ISIന് കൊടുത്തു, ISI അഫ്ഗാനിസ്ഥാൻകാർക്ക് കൊടുത്തു. ആ ചാനൽ അങ്ങനെയാണ് പോകുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഇങ്ങനത്തെ കളികളൊന്നും ഈ CIA അമേരിക്ക നമ്മുടെ ഇന്ത്യക്ക് എതിരെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതുവരെ ഒരു കാര്യം ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഈ അമേരിക്കക്കാർക്കൊക്കെ ഒരു സോഫ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ പണ്ട് ഒരുപാട് ഇങ്ങനത്തെ തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവർ ഒരുമിച്ച്. അതൊക്കെ കൊണ്ടാണ് ഇവർ തമ്മിലൊരു സിങ്ക്, മനസ്സിലായില്ലേ? ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാനെ തള്ളി പറയാത്തത് എന്തുകൊണ്ടാണ്? ഒസാമ ബിൻ ലാദനെ കിട്ടിയത് പാകിസ്ഥാനാണ്. പക്ഷേ പാകിസ്ഥാൻ ഒരു തീവ്രവാദി സ്റ്റേറ്റ് ആണെന്ന് ഒരിക്കലും അമേരിക്ക പറയില്ല. അതെന്തുകൊണ്ടാണ്? പറഞ്ഞ ഇവരുടെ കുറച്ച് കളികളുണ്ട്, അതൊക്കെ പുറത്ത് വരും. അതുകൊണ്ടാണ് ആക്ച്വലി അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവും. USA ബില്യൺസ് ഓഫ് ഡോളർ, ഇപ്പോൾ 79 ബില്യൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുറേ ഉണ്ട്, അത്രേ ഉള്ളൂ. കുറേ ബില്യൺ ഡോളേഴ്സ് ISIക്ക് കൊടുത്ത്, ISI മുജാഹിദീൻ ടീംസിന് കൊടുത്ത്, മുജാഹിദീൻ ടീംസ്
ആ പൈസ കൊണ്ട് തോക്കും ഇതൊക്കെ മേടിച്ച് റഷ്യക്കാർക്കെതിരെ ഫൈറ്റ് ചെയ്തു. അന്ന് കുറേ അറബ് നേഷൻസിൽ നിന്ന് യങ്ങും വെൽത്തി ആയിട്ടുള്ള കുറേ ആൾക്കാർ ഈ ഒരു ഫൈറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ് നമ്മുടെ ബിൻ ലാദൻ. സൗദി അറേബ്യയിൽ നിന്ന് കുറേ പൈസയായിട്ട് ഈ സോവിയറ്റ് യൂണിയൻകാരനെ ഓടിച്ചു വിടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫൈറ്റിൽ വന്ന ആളാണ് ബിൻ ലാദൻ. ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് കൊടുക്കുക. അതിൽ പറയുന്നത് ബ്രിട്ടീഷ് ന്യൂസ് പേപ്പർ പണ്ട് വന്നൊരു ന്യൂസാണ്. ബിൻ ലാദൻ ഒരു പോരാളിയാണ്, സോവിയറ്റ് യൂണിയനെതിരെ പോരാടിയൊരു പോരാളിയാണ്, നല്ലൊരു ഫ്രണ്ട് ഓഫ് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്ക, ഈ ബ്രിട്ടൻ, ആ ടീംസ് ഇല്ലേ, അവരുടെ ഒരു ഫ്രണ്ടാണ് എന്ന് പറയുന്ന ഒരു ന്യൂസ് കട്ടിങ്ങാണിത്. മനസ്സിലായ? അപ്പോൾ ആരാണ് ഈ ആരാണ് ഈ അൽഖ്വയ്ദ ഉണ്ടാക്കിയത്? അമേരിക്കക്കാർ, CIA ഓപ്പറേഷൻ സൈക്ലോൺ. അന്ന് അഫ്ഗാൻ അറബ്സ് എന്ന് വിളിക്കും. അതായത് അഫ്ഗാനിസ്ഥാനിൽ ഫൈറ്റ് ചെയ്യാൻ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഈ അഫ്ഗാൻ അറബ്സ്. 1988 ഈ അഫ്ഗാൻ അറബ്സ് മാറിയിട്ട് അൽഖ്വയ്ദയായിട്ട് മാറുന്നത്. അതേ ഒരു ഓർഗനൈസേഷൻ അൽഖ്വയ്ദ എന്നുള്ള പേരിൽ വന്നു. 98 ഒരു കൊല്ലം കഴിഞ്ഞിട്ട്, അൽഖ്വയ്ദ ഉണ്ടായി കഴിഞ്ഞിട്ട് സോവിയറ്റുകാർ തോറ്റുപോടി. അമേരിക്കക്കാരൻ്റെ ഈ വെപ്പൺസിനും ഇതിലൊന്നും പിടിച്ചു നിൽക്കാൻ സോവിയറ്റ് യൂണിയന് പറ്റിയില്ല, റഷ്യക്കാർക്ക് പറ്റിയില്ല. റഷ്യക്കാർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓടിപ്പോയി. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ കുറേ വെപ്പണൊക്കെ കൊടുത്തല്ലോ, ഈ യുദ്ധം ചെയ്യാനാണല്ലോ കൊടുത്തത്. അപ്പോൾ യുദ്ധം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇടേണ്ട ആവശ്യമില്ലല്ലോ, തിരിച്ചു അമേരിക്കയ്ക്ക് എടുക്കാമല്ലോ. ഞങ്ങൾ തന്നു, കാര്യമൊക്കെ കഴിഞ്ഞല്ലോ, അങ്ങെടുത്താ എന്ന് പറയാമല്ലോ. പറഞ്ഞില്ല. അത് നിങ്ങൾ വെച്ചോ, ആ വെപ്പൺസൊക്കെ നിങ്ങൾ വെച്ചോ, നിങ്ങളായതുകൊണ്ട് എന്താ വെച്ച് ചെയ്തോ, ഇരുന്നോട്ടെ, ആ ഒരു ലെവലായിരുന്നു. അങ്ങനെയാണ് ഈ അൽഖ്വയ്ദ ഇത്രയും പവർഫുൾ ആവാനുള്ള കാരണം ഇവരുടെ കയ്യിലിരിക്കുന്നത് അമേരിക്കൻ മെയ്ഡ് വെപ്പൺസും അമേരിക്കക്കാരുടെ $1 ബില്യൺ. പിന്നീടാണ് ഈ ബിൻ ലാദൻ ചിലപ്പോൾ ബോറടിച്ചിട്ടായിരിക്കും, സോവിയറ്റ് യൂണിയൻ്റെ ഫൈറ്റൊക്കെ കഴിഞ്ഞു, അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഒരു ഫൈറ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അയാൾ മെല്ലെ അമേരിക്കയ്ക്ക് എതിരെ ആയത്. അതിൻ്റെ പല കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് കുറച്ച്. അതായത് അമേരിക്ക ചെയ്തതൊന്നും ശരിയല്ല, അമേരിക്ക ഗൾഫ് വാറിൽ ഇടപെട്ട് ഒന്നും അത്ര ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ്, പല കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് അൽഖ്വയ്ദ USA എതിരാവുന്നത്. അവരുടെ തന്നെ പൈസ മേടിച്ച് അവർക്ക് തന്നെ എതിരായി, മുടുക്കൻ. മനസ്സിലായില്ലേ? ആ റൂട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ദേ ഹാവ് ഇൻഫ്ലുവൻസ് ഓവർ അൽഖ്വയ്ദ. CAക്കാർക്ക് ഇൻഫ്ലുവൻസ് അവരാണല്ലോ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അവർക്ക് 100% ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നല്ല, ഉണ്ടാവുമായിരിക്കും, അലജഡ്ലി. അപ്പോൾ സം പീപ്പിൾ ന്യൂ അബൌട്ട് ഇറ്റ്. അതിൻ്റെ പ്രൂഫാണ് ഈ ഡാൻസിങ് ഇസ്രയേലീസ്, മൊസാഡിൻ്റെ ടീംസ് ഇവിടെ വന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സംഭവം പിടികിട്ടിയില്ലേ? ഇനി അടുത്തത് ലാരി സിൽവർസ്റ്റീൻ. ഈ പേരൊന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. ലാരി സിൽവർസ്റ്റീൻ എന്ന് പറയുന്നത് ഈ ലീസ് ഓണറാണ്. അതായത് ഈ WTC ടവേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു കോംപ്ലക്സ് ആണ്. ഒരു 2 ടവറുണ്ട്, ഒരു ബിൽഡിംഗ് 7 എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലീസ് ഓണറാണ്. ഓക്കെ, 6 ആഴ്ച മുന്നെയാണ് ഇയാൾ ഈ 9/11 നടക്കണതിൻ്റെ 6 വീക്സ് മുന്നെയാണ് ഇയാൾക്ക് ലീസ് കിട്ടുന്നത്. 99 വർഷത്തേക്കാണ് ഇയാൾ ലീസ് എടുത്തിരിക്കുന്നത്. 100 കൊല്ലം ലീസ് എന്നൊക്കെ പറയില്ല, അതുപോലെ ഈ ബിൽഡിംഗ് മൊത്തം ലീസ് എടുക്കുകയാണ്. ഹീസ് ഫ്രം എ ജൂയിഷ് ഒറിജിൻ, ബില്യണറാണ്. $3.5 ബില്യൺ ഈ ലീസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇയാൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഈ പൈസക്കാരൊക്കെ എപ്പോഴും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇയാൾ 110 ഫ്ലോറാണല്ലോ വേൾഡ് ട്രേഡ് സെൻറ്ററിലുള്ളത്. 107ാമത്തെ ഫ്ലോറിൽ വന്നിട്ട് ഒരു വലിയ വിൻഡോ ഉണ്ട്. അത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ മൻഹട്ടൻ, ന്യൂയോർക്ക് മുഴുവൻ നമുക്ക് കാണാൻ പറ്റും.
അവിടെ ഇരുന്നിട്ടാണ് ഇയാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അത് അയാളുടെ ശീലമാണ്. ഓണറാണല്ലോ, എന്ത് പണി ചെയ്യാലോ. ആ ദിവസം അയാൾ വന്നില്ല. 9/11 11-ാം തീയതി അയാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവിടെ എത്തിയിട്ടില്ല. കാരണം ഭാര്യ നിർബന്ധിച്ചു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ, ഡോക്ടറിനെ കാണാൻ. അതും നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തതൊന്നുമല്ല. ഇയാൾ രാവിലെ ഇതൊക്കെ വെൽ ഡോക്യുമെൻറ്റഡ് ആണ്. ലാസ്റ്റ് മിനിറ്റ് ചേഞ്ച് ആയിരുന്നു പ്ലാനിൽ. ഈ പൈസക്കാർക്കൊക്കെ ഓരോ അസിസ്റ്റന്റ്മാരുണ്ടാവും. അവർക്കൊക്കെ ഇയാൾ ഇന്ന് എന്ത് ഇയാൾ ഇന്നത്തെ അയാളുടെ ഡയറി, അതായത് ഇന്നലത്തെ ടൈം ടേബിൾ എങ്ങനെയാണ്, ആരിനെ മീറ്റ് ചെയ്യണം, എപ്പോൾ മീറ്റ് ചെയ്യണം, എന്ത് മീറ്റിംഗ് ഉണ്ട്, എവിടെ പോകണം, എല്ലാം സെറ്റായിരിക്കും. ഒരാഴ്ചയ്ക്ക്, ചിലവർക്കൊക്കെ മാസങ്ങളോളം സെറ്റായിരിക്കും. ഇത്ര വലിയ പൈസക്കാരല്ലേ ഇവരൊക്കെ. അപ്പോൾ അന്നും അയാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകേണ്ടതായിരുന്നു. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ ഭാര്യ പറഞ്ഞു, ഇന്ന് പോകണ്ട, ഇന്ന് ഡോക്ടറെ കാണാൻ പോ. ഇവിടെ വേറൊരു കാര്യം, ഈ ലാരി സിൽവസ്റ്റർ ഉണ്ടല്ലോ, പുള്ളിയുടെ 2 മക്കളുണ്ട്, റോജറും ലിസയും. അവരും ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവരും വന്നിട്ടില്ല അന്ന്. അതായത് ഓണറിൻ്റെ മക്കൾ 2 പേര്, അവരും അവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്, അവരും വന്നിട്ടില്ല, ഈ അച്ഛനും വന്നിട്ടില്ല. ഇത് കോയിൻസിഡൻസ് ആണോ? ഇത് എമ്മാതിരി ഒരു ഭാഗ്യമായിരിക്കും. ഇത് വല്ലാത്തൊരു ഇത് ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഹമ്മദാബാദിൽ ഒരു ഫ്ലൈറ്റിൽ നിന്ന് ഒരാൾ തെറിച്ചു കൊണ്ട് നടന്നു വന്നില്ലേ, അയാളുടെ ഒരു 10 ഇരട്ടി ഭാഗ്യം. അയാളെ ഒരു അമ്മാതിരി ഭാഗ്യമാണ്. അതിൻ്റെ 10 ഇരട്ടി എന്ന് ഭാഗ്യം എന്ന് പറയാൻ കാരണം വേറൊരു കാര്യമുണ്ട്. ഇയാൾ 3.5 ബില്യൺ ആണല്ലോ ഈ ലീസിന് കൊടുത്തത് 100 വർഷത്തേക്ക് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ. ഇയാൾ 6 ആഴ്ച മുന്നേ ലീസ് എഗ്രിമെൻ്റ് എഴുതിയപ്പോൾ ഈ ബിൽഡിങ്ങിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ബിൽഡിംഗ് ഇൻഷുറൻസ്, ടെററിസ്റ്റ് അറ്റാക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് സെപ്പറേറ്റ് അയാൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, വലിയൊരു കേസ് തന്നെ ഇയാൾ നടത്തി. ഈ ടെററിസ്റ്റ് അറ്റാക്ക് കഴിഞ്ഞിട്ട് അയാൾ ആ കേസിൽ പറഞ്ഞത് 2 പ്ലെയിനാണ് വന്നിടിച്ചത്. ഇതിനെ 1 അറ്റാക്കായിട്ട് കണക്കാക്കാൻ പറ്റില്ല, 2 അറ്റാക്കായിട്ട് കണക്കാക്കണം. എനിക്ക് 3.5 + 3.5 $7.5 ബില്യൺ എനിക്ക് കിട്ടണം ഈ ഇൻഷുറൻസ് കമ്പനീൻ്റെ കയ്യിൽ നിന്ന് എന്ന് അയാൾ കോടതിയിൽ പറഞ്ഞതിൻ്റെ തെളിവുണ്ട്. വലിയൊരു വാദങ്ങളായിരുന്നു കുറേ വർഷം. 2006-ലോ 2007-ലോ എങ്ങാണ്ടാണ് ഇയാൾക്ക് $4.5 ബില്യൺ ഇൻഷുറൻസ് ആയിട്ട് കിട്ടി. $3.5 ഈ സ്ഥലം എടുത്തത്. സ്ഥലം ഇപ്പോൾ അയാളുടെ കയ്യിൽ തന്നെയാണ്. $4.5 ബില്യൺ കിട്ടുകയും ചെയ്തു ഇൻഷുറൻസിൻ്റെ കയ്യിൽ നിന്ന്. ഇയാൾ അന്ന് പോയുമില്ല, ഇയാളുടെ മക്കളും പോയില്ല. ഏജാതി ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ ഇയാൾക്കൊരു ലോട്ടറി എടുത്തൂടെ? അടിക്കുമല്ലോ. ഇത് കൈൻഡ് ഓഫ് ലോട്ടറി പോലെ തന്നെ ഇപ്പം എടുത്തത്. ഇതാണ് ഇതിൻ്റെ ഓണറിൻ്റെ കാര്യം. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ബിൽഡിംഗ് 7 എന്ത് സംഭവിച്ചു? ശരി, ഇപ്പം നിങ്ങൾ കോൺസ്പിറസിയിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല, പോടുന്നു. ആ പ്ലെയിനൊക്കെ ഇടിച്ച ബിൽഡിങ്ങൊക്കെ വീഴും എന്ന് പറയുന്ന ആളാണ്. അപ്പം നിങ്ങളോട് എനിക്കൊരു ചോദ്യം. ടവർ 1-ലും ഫ്ലൈറ്റ് ഇടിച്ചു, ടവർ 2-ലും ഫ്ലൈറ്റ് ഇടിച്ചു. ബിൽഡിംഗ് 7 എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. 47 നിലയുള്ള ചെറിയൊരു
ഒരു കുട്ടി ബിൽഡിങ്. മറ്റേതൊക്കെ 100-110ഒക്കെയാണ്, ഇത് ചെറുത്, 47 സ്റ്റോറീസേ ഉള്ളൂ. അതിൽ ഫ്ലൈറ്റും ഇടിച്ചിട്ടില്ല, അവിടെ ഒരു തേങ്ങയും സംഭവിച്ചിട്ടില്ല. ഇത് അങ്ങനെ ഭയങ്കര അടുത്ത് നിൽക്കുന്ന സ്ഥലമൊന്നുമല്ല, കുറച്ച് വിട്ടിട്ടാണ്. അതിൻ്റെ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. രാവിലെ 9 മണിക്കാണ് ഈ മെയിൻ അറ്റാക്ക് നടന്നത്. 10-10:30 ആകുമ്പോൾ സെക്കൻഡ് അറ്റാക്ക് നടന്നു. മറ്റേതൊക്കെ കത്തി. രാവിലെയാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഒരു വൈകുന്നേരം ഒരു 5:20 കറക്റ്റ് 5:20 PM ബിൽഡിംഗ് 7 ദാ വീണു. മറ്റേത് വീണ പോലെ തന്നെ ഇങ്ങനെ ടിക് 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 എന്ന് പറഞ്ഞിട്ട് ബിൽഡിംഗ് 7 ദാ വീണു. ഇതിപ്പോൾ എന്താണ്? ഫ്ലൈറ്റും വീണിട്ടില്ല, അതിലൊന്നും സംഭവിച്ചിട്ടുമില്ല, പിന്നെ ഈ ബിൽഡിംഗ് 7 എങ്ങനെയാണ് വീഴുക? ഉത്തരവില്ല. സിമെട്രിക്കൽ കൊളാപ്സ് എന്നാണ് ആൾക്കാർ ഇതിനെ വിളിക്കുന്നത്. 7 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. ഫ്ലൈറ്റ് അവിടെ ഇടിച്ചിറങ്ങിയിട്ട് 7 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ബിൽഡിങ് ഒരു കാര്യമില്ലാതെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ബിൽഡിങ് ഒരു കാര്യമില്ല വീട്. ഇത് അല്ല, ഇത് അതിലൊന്നും വീണിട്ടില്ലല്ലോ, അതിലൊന്നും വീണിട്ടില്ല, പിന്നെ എങ്ങനെ വീണ്? അവിടെയാണ് വേറൊരു കാര്യം. ഇതാണ് ഇതിലെ ഏറ്റവും ക്രേസിസാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് കുറച്ച് പേർക്ക് അറിയാമെന്ന് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, കേട്ടോ. വിശ്വസിക്കില്ല. BBC കാർ ഇത് റിപ്പോർട്ട് ചെയ്യും. എല്ലാ ന്യൂസിലെ ആൾക്കാർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ജെയിൻ സ്റ്റാൻലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്, ഒരു റിപ്പോർട്ടാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് BBC-ക്ക് വേണ്ടി. അവർ 5:20 ബിൽഡിംഗ് 7 വീഴുന്നത്. 20 മിനിറ്റ് മുന്നേ 5 മണിക്ക് അവർ റിപ്പോർട്ട് ചെയ്തു ബിൽഡിംഗ് 7 വീണു എന്ന് പറഞ്ഞിട്ട്. പ്രൂഫുണ്ട്, വീഡിയോ ഫൂട്ടേജിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ചെയ്ത സാധനമാണ്. 5 മണിക്ക് BBC-ക്കാർ റിപ്പോർട്ട് ചെയ്തു ബിൽഡിംഗ് 7 കൂടെ വീണു എന്ന് പറഞ്ഞിട്ട്. ബിൽഡിംഗ് 7 5:20 വരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ടൈമിങ് തെറ്റി. ചോദിച്ചപ്പോൾ പറഞ്ഞു ടെക്നിക്കൽ എറർ. ടെക്നിക്കൽ എററാണോ? അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പം പിന്നെ ഇത് കുഴപ്പമില്ല, അത് കോൺസ്പിറസി ഒന്നുമല്ല. ടെക്നിക്കൽ എററാണ്. BBC-ക്കാർ ടെക്നിക്കൽ എറർ. നേരത്തെ കുറച്ച് മാറിപ്പോയത്. അവർ എനിക്ക് പണ്ട് ഈ വാട്സാപ്പ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ചിലപ്പോൾ ഫോം വിളിച്ച് പറഞ്ഞായിരിക്കും. അപ്പോൾ 5:20 എന്ന് പറഞ്ഞ് ചിലപ്പോൾ 5 മണിയെന്ന് കേട്ടിട്ടുണ്ടാവും. പറയാൻ പറ്റില്ല, സ്വാഭാവികം. ഇത് നമ്മളൊരാൾ, ഇപ്പം എനിക്കൊരു കോൺസ്പിറസി ഇഷ്ടമുള്ള ആളാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയണം നിങ്ങളൊരു കോൺസ്പിറസി ഉണ്ടാക്കുക, ഒരു ഇവൻ്റ് ഉണ്ടാക്കുക, നമുക്കതൊരു ഓപ്പറേഷനായിട്ട് ചെയ്യാം, ഒരു കോൺസ്പിറസി ഇവൻ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്ന് ഉണ്ടാക്കിയാൽ കൂടെ ഇത്രയും കോയിൻസിഡൻസ് കിട്ടില്ല. അതായത് ഒരാൾക്ക് ഒരാളിപ്പോൾ എന്താ പറയുക, ഈ ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്ന് പറയില്ലേ, ഇവരെന്നെ ചെയ്തിട്ട് ഞങ്ങൾ ഇതായി എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ടീംസ് ഇരുന്ന് ചെയ്താൽ കൂടെ ഇത്രയും കോയിൻസിഡൻസസ് ഒരുമിച്ച് വരില്ല. ഞാൻ അടുത്തത് കേട്ടോ, പെൻറ്റഗൺ എന്ന് പറയുന്നത് അമേരിക്കയുടെ ബേസാണ്. അതായത് അവരുടെ CIA, മിലിറ്ററി, എല്ലാ ഓഫീസും എല്ലാ ഒഫീഷ്യൽസും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് പെൻറ്റഗൺ. ഷേപ്പ് തന്നെ ഒരു ഒക്ടഗൺ ഷേപ്പിലൊക്കെയാണ് പെൻറ്റഗൺ ഷേപ്പിലൊക്കെയാണ് അതുള്ളത്. അവിടെ ഒരു ഫ്ലൈറ്റ്, നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞു ഫ്ലൈറ്റ് 77 ആണ് പെൻറ്റഗണിൽ വന്ന് ഇടിച്ചത്. ഇതിവിടെ കാണുന്നതാണ് ആ ഒരു ഫ്ലൈറ്റ് ഇടിച്ച അതിൻ്റെ ഫൂട്ടേജ് അല്ല, ഒരു ഫോട്ടോ. പ്ലെയിൻ എവിടെ? മറ്റേലൊക്കെ ആകാശത്തു നിന്നാണ് ഇടിച്ചത്. പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ അത്ര ഹൈറ്റ് ഇല്ലാത്ത ബിൽഡിങ്ങാണ്. അപ്പോൾ പ്ലെയിന് വന്ന് ഇങ്ങനെ, അതായത് ഇപ്പോൾ ഇത് പെൻറ്റഗൺ ആണെങ്കിൽ ഫ്ലൈറ്റ് ഇത് നിലമാണെങ്കിൽ ഇങ്ങനെ വന്നിട്ടാണ് ഇടിച്ചിരിക്കുന്നത്. അതിലൊരു ചെറിയൊരു ഭാഗമാണ് പോയിരിക്കുന്നത്. പ്ലെയിൻ അവിടെ ഫുൾ ഇടിച്ച് കയറിയിട്ടൊന്നുമില്ല. കുറച്ച് ഭാഗത്ത് വന്ന് ഇടിച്ചിട്ടുണ്ട്.
ഈ പ്ലെയിൻ 767 എന്ന് പറഞ്ഞാൽ വലുതൊന്നും അല്ലെങ്കിലും വലിയ പ്ലെയിൻ തന്നെയാണ്. ആ പ്ലെയിനോടെ ഒരു പ്ലെയിൻ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഡിബ്രീസ് ഉണ്ടാവില്ലേ? ഇപ്പോൾ അഹമ്മദാബാദിൽ കിടക്കട്ടല്ലോ ചിറകും അതിൻ്റെ എഞ്ചിനൊക്കെ നമുക്ക് കാണാമല്ലോ. അതെവിടെ? ഫൂട്ടേജ് അവിടെ. പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ബേസാണ്. അതായത് എല്ലാ ഓപ്പറേഷൻസും അവിടെ നിന്ന് നടക്കുന്നത്. അവിടെ ക്യാമറ ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അവിടെ ആയിരിക്കും ഏറ്റവും സെക്യൂർ. അവിടെ ഈ ഫ്ലൈറ്റ് വന്ന് ഇടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ പോലും ഇല്ല. ഒരു വീഡിയോ ഇല്ല. വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഇടിക്കുന്ന ഒരു 10,000 വീഡിയോ ഉണ്ട്. ഇവിടെ ഒരു വീഡിയോ ഇല്ല. പ്ലെയിൻ്റെ ഒരു അവശിഷ്ടമില്ല, പ്ലെയിൻ്റെ പൊടിയില്ല, ഒന്നുമില്ല. അപ്പോൾ വേറൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് പെൻറ്റഗണിൽ ഒരു ദിവസം മുന്നേ. ഇതാണ് ഇതിൻ്റെ വേറൊരു സംഭവം. 10-ാം തീയതി പെൻറ്റഗണിലൊരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് ഒരു ദിവസം മുന്നേ അവർ പറഞ്ഞു, ഡിഫൻസ് സെക്രട്ടറി ഡൊണാൾഡ് റംസ്ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഡിഫൻസ് സെക്രട്ടറി വന്നിട്ട് കുറച്ച് പൈസ കാണാനില്ല. ഞങ്ങൾ പെൻറ്റഗൺ ഓഡിറ്റ് ചെയ്തപ്പോൾ കുറച്ച് പൈസ കാണാനില്ല. അപ്പോൾ എത്ര പൈസ? കുറച്ച് $1 ബില്യൺ ആണോ? കുഴപ്പമില്ല. അല്ലല്ല, ബില്യൺ അല്ല, $3 ട്രില്യൺ കാണാനില്ല. എത്ര? 3 ട്രില്യൺ. എവിടെ പോയി? ആർക്കും അറിയില്ല. ഓഡിറ്റ് ചെയ്തപ്പോൾ പോയി. സിസ്റ്റമൊക്കെ പഴയതല്ലേ, കാണാനില്ല. മില്യൺ ഇവിടെ, ബില്യൺ ഇവിടെ, ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാനില്ല. 3 ട്രില്യൺ എത്ര റുപ്പീസാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം എൻ്റെ കൺവേർഷൻ, നിങ്ങൾ തന്നെ നോക്കിയെടുത്തോ എത്ര കോടി രൂപയാണെന്ന്. ഒരു കണക്കില്ല ആശാനെ. ഒരു ദിവസം മുന്നെയാണ് സംഭവം. ഇതും നമ്മൾ ഉണ്ടാക്കി പറയുന്നതല്ല, പ്രസ് മീറ്റ് വിളിച്ച് ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞ കാര്യമാണിത്. പിന്നെ ആരും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. അതങ്ങനെ പോയി. പിന്നെ യുദ്ധമായി, ഇറാഖിൽ പോകണം, അഫ്ഗാനിസ്ഥാനിൽ പോകണം, പല എക്സ്ട്രാ സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ ഇനി എടുക്കണം. അപ്പോൾ പിന്നെ ആ തിരക്കി പെട്ടുപോയി. പിന്നെ ഈ പൈസൻ്റെ കാര്യമൊന്നും ആയിരിക്കും, പൈസയല്ലേ, പണം പോട്ടെ, പവർ വരട്ടെ, ആ സീന്. ഫ്ലൈറ്റാണല്ലോ ഇടിച്ചത്. ബ്ലാക്ക് ബോക്സ് കാണുമല്ലോ. 4 ഫ്ലൈറ്റാണല്ലോ വന്നത്. 4 ഫ്ലൈറ്റും ബ്ലാക്ക് ബോക്സ് കാണുമല്ലോ. ചില ഫ്ലൈറ്റിന് എന്തെങ്കിലും ഡാമേജ് വരും, ബ്ലാക്ക് ബോക്സിന് പോട്ടെ. 4 ബ്ലാക്ക് ബോക്സും പോയി. 11ഉം 175 വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഇടിച്ച 2 ഫ്ലൈറ്റിൻ്റെ ബ്ലാക്ക് ബോക്സ് കാണാനില്ല, നോട്ട് ഫൗണ്ട്. 77 പെൻറ്റഗണിൽ ഇടിച്ചതും 93 മറ്റേ ഒരു പാടത്ത് വന്ന് വീണതിൻ്റെയും ബ്ലാക്ക് ബോക്സ് ഡാമേജ്ഡ്. മൊത്തം ബ്ലാക്ക് ബോക്സ് ഇല്ല. അതിലാണല്ലോ ഫ്ലൈറ്റിൽ എന്തെങ്കിലും സിഗ്നൽസും മറ്റേതൊക്കെ ഇവരെന്തായാലും ചെയ്ത്, ഇവർ തീവ്രവാദികളെ എങ്ങനെ ഓടിച്ചു, ഇവരെങ്ങനെ ഇത് ചെയ്തു എന്നൊക്കെ അറിയണമെങ്കിൽ ബ്ലാക്ക് ബോക്സ് വേണ്ടേ? പോയി. ഇങ്ങനെയാണ് തെളിവ് നശിപ്പിക്കുക. അല്ലാണ്ട് പാസ്പോർട്ട് എല്ലാം മറ്റേ വലിച്ചെറിഞ്ഞിട്ടല്ല, കണ്ടു പഠിക്കണം തീവ്രവാദികളെ. നോറാഡ് എന്ന് പറയും, അമേരിക്കയുടെ നോർത്ത് അമേരിക്കൻ ഡിഫൻസ് കമാൻഡ്. അതായത് ഈ എന്താ പറയുക, ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് എന്തെങ്കിലും റൂട്ട് ചെയ്തു എന്നോ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ഫ്ലൈറ്റ് ഒരു വേറെ ഏതെങ്കിലും ഒരു ഫോറിൻ ഫ്ലൈറ്റ് ഇങ്ങനെ ഇതിൽ കൂടെ വരുന്നുണ്ടെങ്കിൽ നോറാഡുകാരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്.
അതായത് അവരുടെ ഡൊമസ്റ്റിക് ഡിഫൻസ് കമാൻഡാണ്. ഈ അമേരിക്കയുടെ കയ്യിൽ F-22ഉം F-35ഉം എല്ലാം സ്റ്റാൻഡ് ബൈയിലുണ്ടാവും. അവർക്ക് ഇതൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ഇതെന്താ ഇവിടെ ഒരു ഫ്ലൈറ്റ് വരുന്നത് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഫൈറ്റർ ജെറ്റ്സ് പോയിട്ട് നോക്കിയിട്ട് വരും. പന്തി അല്ലെങ്കിൽ വെടിവെച്ചിടും ആകാശത്ത് തന്നെ. കുറച്ച് മിനിറ്റ് മതി. ഇതൊക്കെ അവിടെ തന്നെ ഉള്ള സാധനങ്ങളല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ എവിടെന്നെങ്കിലും ഇപ്പോൾ നമ്മുടെ അവിടെ ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞതൊക്കെ വലിയ സ്ഥലമാണ്. ഇപ്പോൾ നമുക്ക് ഡൽഹിയിൽ നിന്ന് നമ്മുടെ അവിടേക്ക് ഒരു ഫ്ലൈറ്റ് വരണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അതിപ്പോൾ പിടിക്കും. പക്ഷേ ഇത് ഡൽഹിയിൽ തന്നെയാണ് അടിച്ചിരിക്കുന്നത്, മറ്റേ ന്യൂയോർക്കിൽ തന്നെ അടിച്ചിരിക്കുക. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മിലിറ്ററി ബേസസൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ ഒരു ഫ്ലൈറ്റ് പോകാൻ വലിയ പണിയൊന്നുമില്ല. 80 മിനിറ്റ് ഡിലേ, 80 മിനിറ്റ്സ് നോറാഡ് സ്റ്റാൻഡ് ഡൗൺ ആണ്. അതായത് 80 മിനിറ്റും നോറാഡ് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു സാധനം, ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പറക്കുന്നുണ്ട്, 2 ഫ്ലൈറ്റ്, ഒന്നല്ല 2 പിന്നെ വേറൊരു ഫ്ലൈറ്റ് പെൻഡഗൺ നോക്കി പോയിട്ടുണ്ട്, വേറൊരു ഫ്ലൈറ്റിനെ കാണാനില്ല എന്നൊക്കെ പറയുമ്പോഴും നോറാഡ് ആര് ഉറങ്ങുക. 80 മിനിറ്റ്. ഇനി വേറെയും കുറേ തിയറീസ് ഉണ്ട്. പുട്ട് ഓപ്ഷൻസ്, ഈ സ്റ്റോക്ക് മാർക്കറ്റിന് വാൾ സ്ട്രീറ്റ് ആണല്ലോ ഇതൊക്കെ സംഭവം, ന്യൂയോർക്കിലാണല്ലോ. പുട്ട് ഓപ്ഷൻസ് എന്ന് പറയും. അതായത് പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്കിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. അറിയാത്തവർക്ക് സ്റ്റോക്ക് ഇടിയും, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയും, അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ സ്റ്റോക്ക് ഇടിയും, അതായത് വില കുറയും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഓപ്ഷൻസ് സെല് ചെയ്യുക, ബൈ ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് ഇട്ട് വെക്കുകയാണ്, ഇന്ന സ്റ്റോക്ക് കുറയും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സ്റ്റോക്ക് കുറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും. ചെറിയ എമൗണ്ട് അല്ല കിട്ടുക, വലിയ എമൗണ്ട് കിട്ടും. യൂഷ്വൽ ആവറേജിൻ്റെ 60 ടൈംസ് കൂടുതൽ പുട്ട് ഓപ്ഷൻസ് ബൈ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പുട്ട് ഓപ്ഷൻസ് ബൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഇടിയും എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ 60 ടൈംസ്, 60 ഇരട്ടി. സാധാരണ ഒരു ആവറേജിൽ ഈ പുട്ട് ഓപ്ഷൻസ് ബൈ ചെയ്യണവരൊക്കെ ഉണ്ടാവും. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളവരുണ്ടാവും. അത് ആവറേജ്, അതിൻ്റെ 60 ടൈംസ് കൂടുതൽ. അതേപോലെ എയർലൈൻ സ്റ്റോക്ക് ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ. എയർലൈൻസ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റാണ് പോയി വീണിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക്, അതുപോലെ മൊത്തം എയർലൈൻസിൻ്റെ സ്റ്റോക്ക് ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷോർട്ട് ചെയ്താന്ന് പറഞ്ഞാൽ ഇതന്നെ, സ്റ്റോക്ക് ഇടിയെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സെല്ല് ചെയ്യുക, പിന്നെ ബൈ ചെയ്യുക. അപ്പോൾ ഈ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷോർട്ട് ചെയ്യുക പറഞ്ഞാൽ പൈസ എത്രയും സ്റ്റോക്ക് താഴുന്നോ അത്രയും നമുക്ക് പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. സെപ്റ്റംബർ 6 മുതൽ 10 വരെ, അതായത് തലേ ദിവസം വരെ 4 ദിവസം മുന്നേ ആണ് ഈ ഒരു സംഭവം മൊത്തം നടന്നിരിക്കുന്നത് വാൾ സ്ട്രീറ്റിൽ. കാരണം ഇതൊന്നും അന്വേഷിച്ചില്ലേ എന്നുള്ളൊരു ചോദ്യം വരും. നമുക്ക് മുമ്പ് ചോദ്യം വരും, ഇതൊന്നും അന്വേഷിക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം ഈ 9/11 കഴിഞ്ഞതും പിന്നെ അടുത്തത് മറ്റേതാണ്. ഇനി ആരെ കൊല്ലണം, ഇതാര് ചെയ്ത്, അവരുടെ പോയി തൂക്കണം, വേറെ ഒന്നും നോക്കണ്ട, പൈസ പോട്ടെ. പെൻറ്റഗണിന് 4 ട്രില്യനാണ്, വേണമെങ്കിൽ ഒരു 4 ട്രില്യൺ കൂടെ കൊടുക്ക്, വിഷയമല്ല. സ്റ്റോക്ക് മാർക്കറ്റാണ്, പുട്ട് ഓപ്ഷനാണ്, അതൊക്കെ പോട്ടെ. നോറാഡ് അവിടുത്തെ ആൾക്കാരിനെ ചോദ്യം ചെയ്യില്ല, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, നമുക്ക് തീവ്രവാദികളെ കൊല്ല, ഒറ്റ കാര്യം. ഇതൊന്നും ആരൊന്നും ചെയ്തിട്ടില്ല. കുറേ കമ്മീഷനൊക്കെ ഉണ്ട്, 9/11 കമ്മീഷൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ അന്വേഷിച്ചത് ഒരു കാര്യമില്ല. ബ്ലാക്ക് ബോക്സ് റിട്രീവ് ചെയ്യാൻ വേണ്ട. അപ്പം നമ്മൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നു, ഇത്രയും കാര്യങ്ങൾ നടന്നു. ഇതൊക്കെ കേട്ടിട്ടും നിങ്ങൾക്കൊന്നും തോന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. ഇത്ര എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഒരു കോൺസ്പിറസി ജേണി എന്ന് പറയുന്നത് തുടക്കം ഉഷാറാണ്. 9/11 വെച്ച് അങ്ങോട്ട് തുടങ്ങിയാൽ മതി. പിന്നെ നമ്മളിങ്ങനെ എല്ലാത്തിനും പിന്നെ നമുക്കൊരു ചോദ്യം ചെയ്യാനുള്ളൊരു ഇത് വരും. ഞാനൊക്കെ ഇത് ആദ്യമായിട്ട് കേട്ടപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമോ, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചിന്തിച്ചു. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ, ഇത്രയൊന്നും കാര്യങ്ങൾ എനിക്കും പണ്ട് അറിയില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് നോക്കിയത്.
കുറച്ച് സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ കുറെ കൊല്ലമായില്ലത്. അപ്പം ആദ്യം കേട്ടപ്പോൾ ചെയ്യോ എന്ന് തോന്നി. പിന്നെ ഇതിപ്പോൾ മിക്കവാറും കുറേ ഇഷ്ടം പോലെ ഒരു 10,000 ഡോക്യുമെൻ്ററി ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിലുള്ള എക്സ്ട്രീം സംഭവമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം വെറുതെ പറഞ്ഞിട്ട് അതായത് അതിനൊന്നും ഒരു ലോജിക്ക് ഒരു വാലിഡിറ്റി ഒന്നും ഇല്ല. അപ്പം അത് കാരണം ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് കുറേയൊക്കെ കേൾക്കുമ്പോൾ ഇത് സംഭവം ഉള്ളത് സീനാണല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ഒരു പരിപാടി, എന്തൊരു അറ്റാക്കോ എന്തൊരു സംഭവം വന്നാലും ഇതാരായിരിക്കും ശരിക്കും ചെയ്തത്, ഈ ഗവൺമെൻറ് പറയുന്നതൊക്കെ അത്ര ശരിയാണോ, ഗവൺമെൻറ്റിന് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത വരും. അവിടെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് ജനിക്കുന്നത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്തിരിക്കുക, ലൈക്ക് ചെയ്യുക. പോഡ്കാസ്റ്റ് പോലെ തുടങ്ങിയതാണ്. നമുക്ക് എല്ലാ സൺഡേയും ഒരു എപ്പിസോഡ് വരുന്ന പോലെ നമുക്ക് ചെയ്യാം. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ടോപ്പിക്ക് കവർ ചെയ്യാനുണ്ടെങ്കിലോ ജസ്റ്റ് നമുക്ക് പറയുക, നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. കഴിയും.